പരിശുദ്ധമേ വിമല ഹൃദയ നമ്മെ ഓരോരുത്തരെയും നമുക്ക് പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാന്യമേ, പാപികളായി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ ഉപേക്ഷിച്ചുകൊള്ളണമേ. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ ആഗ്രഹിച്ച് നമുക്ക് പരിശുദ്ധമേടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാന്യമേ, പാപികളായി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും ഈശോയുടെ സകലവിധ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സ്തുതി പറഞ്ഞ് സ്വസ്ഥാനങ്ങളിലിരിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൊടുത്ത് സുഖമാണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ ചോദിച്ചേ സന്തോഷമാണോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. സന്തോഷമാണോ? നോക്കിയിരിക്കാം. സന്തോഷമാണോ? സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. കുരിശിൻ്റെ ശക്തി, കുരിശടയാളം വരയ്ക്കുന്നതിലൂടെയും കുരിശ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നതിലൂടെയും കയ്യിൽ സൂക്ഷിക്കുന്നതിലൂടെ എല്ലാം ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ലഭിക്കും. വിശുദ്ധ ജെറോം വിശുദ്ധ ഹിലാരിയോണിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹിലാരിയോണിൻ്റെ ജീവിതകഥ എഴുതുന്ന സമയത്ത് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യം വിശുദ്ധ ജെറോം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്യാഗിയായിട്ടുള്ള ജൂലിയൻ എന്ന് പറയുന്ന ആളുടെ മരണശേഷം വലിയ ഒരു ഭൂമികുലുക്കം ഉണ്ടായി. ആ ഭൂമികുലുക്കത്തോടനുബന്ധിച്ച് വലിയ ഒരു കടൽക്ഷോഭം ഉണ്ടാവുകയാണ്. നോഹയുടെ കാലത്തുണ്ടായതുപോലെയുള്ള തിരമാലകളും അങ്ങനെ ഭൂമി നശിപ്പിക്കപ്പെടുമോ എന്ന വലിയ ഒരു ഭീതിയിലൂടെ കടന്നു പോകുമ്പോൾ വലിയ തിരമാലകൾ ഉയർന്ന കപ്പലുകളും വഞ്ചികളുമെല്ലാം നാശത്തിലേക്ക് പോകുന്നു. അതുപോലെ പല നഗരങ്ങളും വെള്ളത്തിൻ്റെ അടിയിലായി പോകുന്ന സാഹചര്യങ്ങൾ. ഗ്രീസിലെ ഒരു പുരാതന നഗരമാണ് എപ്പിഡോറസ് എന്ന് പറയുന്ന ഒരു നഗരം. ഈ നഗരം മുങ്ങിപ്പോകുമെന്ന വലിയൊരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനം അതിനൊരു വഴി കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. വിശുദ്ധ ഹിലാരിയോൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വലിയ തിരമാലയിൽ ഈ ദേശം നശിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് കടൽ തീരത്തേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കടൽ തീരത്തെത്തി ഈ വിശുദ്ധൻ മണലിൽ 3 കുരിശ് വരച്ചു. 3 കുരിശ് വരച്ചു. അപ്പോൾ ആ സമയത്ത് തിരമാലകളിങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, സുനാമി വരുന്ന പോലെ. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ഈ കടലിലെ മണലിൽ 3 കുരിശ് വരച്ചു. അങ്ങനെ 3 കുരിശ് പ്രാർത്ഥനയോടെ അങ്ങനെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ തിരമാലകൾ ഇങ്ങനെ ശക്തിയോടെ വന്നത് അവിടെ നിന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞ് അത് ശാന്തമായി പുറകോട്ട് അത് പോയി എന്ന് ചരിത്രം പറയുകയാണ്. അപ്പം തിരമാലകൾ ഒരു ദേശത്ത് കടന്നു വന്ന് കടൽക്ഷോഭത്തിലൂടെ ഒരു ദേശം നശിക്കാൻ പോകുമ്പോൾ ഈ വിശുദ്ധൻ മണലിൽ 3 കുരിശ് വരയ്ക്കുകയാണ് കടൽ തീരത്ത്. അതിൻ്റെ ഇപ്പുറത്തേക്ക് കടന്നില്ല. ആ കുരിശ് അവിടെ വരച്ചത് അവിടെയുണ്ട്. അതിൻ്റെ അപ്പുറത്തുനിന്ന് അതിങ്ങനെ താഴ്ന്ന് ശാന്തമായിട്ട് പോവുകയാണ്. അപ്പം സ്നേഹമുള്ളവരെ, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ കുരിശിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ ശക്തി, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, അത് യേശുവിൻ്റെ ശക്തിയാണ്. ആ യേശുവിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ. വലിയൊരു പേർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി, ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കാൻ എൻ്റെ ഈ അടുത്ത കാലങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് അങ്ങനെ പോയി കുരിശ് വരച്ചു. ആ കുടുംബം രക്ഷിക്കപ്പെട്ടു, അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ അത് ഞാനിങ്ങനെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഓർത്തത് കൊണ്ട് അത് പറയാമെന്ന് വിചാരിച്ചു. അതിനെക്കുറിച്ചൊക്കെ ഒരു കുടുംബം
വലിയൊരു ലോണെടുത്തു. വലിയൊരു ലോണൊക്കെ എടുത്ത് അങ്ങനെ കടബാധ്യത പ്രശ്നങ്ങളായി, അത് വീട്ടാൻ വഴിയില്ല. അതുപോലെ തന്നെ അത് ഒത്തിരി കേസിലേക്ക് പോകുന്നു, ബ്ലേഡുകാരുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം മൂത്ത് കേസായി. അപ്പോൾ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യുന്നൊരു കണ്ടീഷൻ വന്നു. അങ്ങനെ ഒരു 3-4 കോടി രൂപയുടെ പ്രശ്നങ്ങളുണ്ട്. ഉള്ള സ്ഥലം വിറ്റ് പോകാനും പറ്റുന്നില്ല. 2-4 വീട് പണിത് വിൽക്കാൻ വേണ്ടി ചിലത് 1 ഫ്ലോർ വാർത്തു, ചിലത് 2ാം നില കെട്ടിപ്പൊക്കി, പക്ഷെ വാർക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 50 സെൻറ്റ് സ്ഥലത്തുണ്ടാക്കി ഇങ്ങനെ വെച്ചു. ബാക്കി അവിടെ ഒരു കല്യാണ മണ്ഡപം പണിയാൻ വേണ്ടി കുഴിയെല്ലാം എടുത്തു, കോളത്തിന് കുഴിയെടുത്തു. അങ്ങനെയെല്ലാം ഇങ്ങനെ മൊത്തം പ്രശ്നത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നം എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു, ഈ സ്ഥലമൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇവരുടെ പ്രശ്നങ്ങൾ അവർ നോക്കിയിട്ട് പരിഹരിക്കാനും പറ്റുന്നില്ല. അവർ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥന പരിപാടിയിലേക്കെല്ലാം മാറി, പക്ഷേ ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വിചാരിക്കുകയാണ്. ഒരു ദിവസം എനിക്ക് രാവിലെ കുർബാനയില്ലാത്ത ദിവസം. അപ്പം ഞാനൊരു പള്ളിയിലാണ്, വികാരിയാണ്. അപ്പം ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. ഈ സ്ഥലത്ത് പോകണം, അവിടെ പോയി വെഞ്ചരിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ വിറ്റ് പോകാൻ ഇടയാകും, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മനസ്സിലായി. അപ്പം ഞാനങ്ങനെ രാവിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 6 മണി സമയത്ത് 5:45 സമയത്ത് ഞാൻ ഇവിടുന്ന് വണ്ടിയെടുത്ത് ഒരു 70 കിലോമീറ്റർ അകലെയാണ്. അപ്പം ഞാനിവിടുന്ന് 5:45 സമയത്ത് അവിടെ വണ്ടിയെടുത്ത് പോയി. അങ്ങനെ ഏതാണ്ട് ഒരു 6:45 സമയം. അപ്പം ഇതിൻ്റെ അടുത്ത് കുറച്ച് താഴെ ഒരു കടകളൊക്കെ ഉണ്ട്. ആരും കാണാതെ ഞാൻ പെട്ടെന്ന് വന്ന് ഈ കോമ്പൗണ്ടിലേക്ക് വണ്ടി കയറ്റി അങ്ങനെ പണി തീരാത്ത ഒരു വീടിൻ്റെ അകത്ത് കയറി. എല്ലാം തുറന്നിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. വെഞ്ചിരിപ്പിൻ്റെ പുസ്തകങ്ങളൊക്കെ വെച്ച് വെഞ്ചിരിപ്പ് ശുശ്രൂഷയൊക്കെ പ്രാർത്ഥിച്ച് കയ്യിലുണ്ടായിരുന്ന കുരിശ് വെച്ച് അതിൽ ഈ 3 വീടുകളിങ്ങനെ പണി തീരാതെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഇന്ന് ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിച്ച് കുരിശെല്ലാം വരച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് വണ്ടി എടുത്ത് ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു. ആരും കണ്ടില്ല. എന്തായാലും അത് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ചായക്കടയൊക്കെ ഉണ്ട്, ആരും കണ്ടില്ല. അപ്പം ഞാനത് കഴിഞ്ഞ് അവിടെ നിന്ന് ഈ റൂമിൽ നിന്നും ഈ വീടിൻ്റെ പുറത്തിറങ്ങി വെഞ്ചിരിച്ച വെള്ളം അവിടേക്ക് ഇങ്ങനെ തളിച്ച് അത് കഴിഞ്ഞ് കുരിശൊക്കെ വരച്ച് ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് അത്ഭുതം എന്ന് പറയുന്ന കാര്യം ഇതാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവരുടെ ഈ സ്ഥലത്തിൻ്റെ കച്ചവടം നടന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഈ സ്ഥലത്തിൻ്റെ കച്ചവടം നടന്നു, വലിയ കേസ് പ്രശ്നങ്ങളും ബാങ്ക് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാൻ പറ്റി. ഞങ്ങൾ ഇന്ന് സമാധാനത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് അവരെന്നോട് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ആ നാളുകളിൽ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു കുടുംബമാണ്. പക്ഷെ ഞാൻ അവരോട് ഇന്ന് വരെ ഇങ്ങനെ വെഞ്ചരിക്കാൻ പോയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പോയി കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഇന്ന് വരെ ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. കാരണം അത് പറയണ്ടെന്ന് എനിക്ക് തോന്നി. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഇങ്ങനെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മെ തിന്മയുടെ ശക്തികളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മെ വിടുവിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ കുരിശിന്റെ മുദ്ര സംരക്ഷണ കോട്ടയായിട്ട് മാറുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ സംരക്ഷണ മുദ്ര, സംരക്ഷണ കോട്ടയായി വിശുദ്ധ കുരിശ് നമ്മുടെ ജീവിതത്തിൽ മാറും. നമ്മൾ ഈ ആയുധങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. രക്ഷപ്പെടാൻ, പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ച് രക്ഷപ്പെടാനുള്ള ആയുധങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആയുധങ്ങൾ നമ്മൾ എടുക്കാത്തത് കൊണ്ടും ഈ ആയുധത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ യേശുവിൽ വേണ്ടത്ര വിശ്വാസം ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ പല പരാജയങ്ങൾ സംഭവിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. 27 പുസ്തകം 4:15 നമ്മൾ കൃത്യമായിട്ട് കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ആബേലിനെ കായൻ കൊന്നു.
ആബേലിനെ കായൻ കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നമുക്ക് 13 മുതലുള്ള വചനങ്ങൾ വായിക്കാം. കായൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ്. നമുക്ക് 11 വായിക്കാം. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ രക്തം കുടിക്കാൻ വായി പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരുകയില്ല. നീ ഭൂമിയിൽ അലിഞ്ഞു തിരിയുന്നവനായിരിക്കും. കായൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലം നാട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല. കായനെ കൊല്ലുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരടയാളം പതിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരു അടയാളം കായന്റെ മേൽ പതിച്ചു. കാരണം ആരും കായനെ കൊല്ലാതിരിക്കാൻ. അപ്പൊ ദൈവം ഒരു സംരക്ഷണ മുദ്ര കൊടുക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സംരക്ഷണ മുദ്ര പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ദൈവം അവന്റെ മേൽ ഒരു സംരക്ഷണ മുദ്ര പതിച്ചു. അതുകൊണ്ട് അവന് സംരക്ഷണം കിട്ടി. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരിൽ നിന്ന് മർദ്ദനമോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ തിന്മ ഏൽക്കാതിരിക്കാൻ ദൈവം നൽകുന്ന ഒരു സംരക്ഷണ മുദ്ര കായന്റെ ജീവിതത്തിൽ ലഭിച്ചു. അവൻ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മൾ ഇന്ന് കുരിശ് വരച്ച് മുദ്ര ചെയ്യുമ്പോൾ ഇതിന് നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നൽകുന്ന സംരക്ഷണ മുദ്ര, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 23 മുതൽ 28 വരെയുള്ള ആ വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പെസഹ ആഘോഷിക്കുന്ന ആദ്യത്തെ പെസഹ ആഘോഷിക്കുന്ന സമയത്ത് ഈശോ അവരോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമില്ല. സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് വധിക്കപ്പെടാതിരിക്കാൻ കുഞ്ഞാടിന്റെ രക്തം നിങ്ങൾ മേൽപ്പടിയിലും 2 കട്ടിളക്കാലുകളും തളിക്കാൻ പറയുകയാണ്. 23-ാമത്തെ വചനം. എന്തെന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നുപോകും. എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും 2 കട്ടിളക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നുപോകും. സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലം ഒരു കൽപ്പനയായി ആചരിക്കണം. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാണ്, കട്ടിളപ്പടിയിൽ മേൽപ്പടിയിൽ മേൽ കുഞ്ഞാടിന്റെ രക്തം തളിക്കുന്നതിലൂടെ, മുദ്ര അങ്ങനെ ചെയ്യപ്പെടുന്നതിലൂടെ ദൈവം ഇസ്രായേൽ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, സന്യാസിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിവിടെ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമില്ല. ദൈവത്തിന്റെ സംരക്ഷണ മുദ്ര ഒരു കുടുംബത്തിന് ലഭിക്കുമ്പോൾ ആ കുടുംബത്തിൽ ദൈവത്തിന് പ്രത്യേകമായ ഇടപെടൽ അവിടെ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് 14-ാമത്തെ അധ്യായത്തിൽ. വെളിപാടിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് 1-ാമത്തെ വചനം. വെളിപാട് 14:1 ഒരുമിച്ച് വായിക്കാം. ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവരുടെ നാമവും അവരുടെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. അപ്പൊ നെറ്റിയിൽ ഒരു നാമമുദ്ര എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നെറ്റിയിൽ പ്രത്യേകമായിട്ടും ദൈവത്തിന്റെ നാമം മുദ്ര ചെയ്ത് കഴിയുമ്പോൾ അവിടെ സംരക്ഷണം ലഭിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന് വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. ദൈവത്തിന്റെ സംരക്ഷണം ആർക്കെല്ലാം ലഭിക്കുന്നു, എങ്ങനെ ലഭിക്കുന്നു അതിനെ കുറിച്ചെല്ലാം അവർ പറയുകയാണ്. നമുക്ക് വായിക്കാം. എസെക്കിയേൽ 9:4 വചനം. എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കാം, എന്നിട്ട് വായിക്കാം. ജെറുസലേം ഒരുമിച്ച് വായിക്കാം. 9:4. ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക. എല്ലാവർക്കും കിട്ടിയോ? ഒരുമിച്ച് വായിക്കാം. എസെക്കിയേൽ 9:4.
വായിക്കാം. ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെറിവേറ്റുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. എന്നിട്ട് അടുത്തും വായിക്കാം. അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കി ആജ്ഞാപിച്ചു, അവന്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുകയും നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത്, കരുണ കാണിക്കരുത്, വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം നൽകും, എന്നാൽ അടയാളമുള്ളവരാരെയും തുടരുക. ദൈവത്തിന്റെ സംരക്ഷണം കിട്ടുന്നതിനെ കുറിച്ച് പറയുകയാണ്. മുദ്ര ചെയ്ത് സംരക്ഷണം ലഭിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളിൽ നിന്നും ശത്രു പീഡകളിൽ നിന്നുമെല്ലാം ദൈവം രക്ഷിക്കുന്നു എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ നമ്മൾ കുരിശ് വരച്ച് മുദ്ര ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ യേശുവിന്റെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, പഴയ നിയമത്തിൽ ദൈവം നെറ്റിയിലും വീടിന്റെ കട്ടിലപ്പടിയിലും മേൽപ്പടിയിലുമെല്ലാം മുദ്ര ചെയ്ത് ദൈവം സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ദൈവവചനം കാണുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മുദ്രയിടുന്നതിനെ കുറിച്ച് വിശുദ്ധ എബ്രാഹിം പിതാവ് പറയുന്നുണ്ട്. വിശുദ്ധ എബ്രാഹിം പിതാവ് ഇങ്ങനെ പറയുകയാണ്: ഈ വിജയകരമായ കുരിശിന്റെ അടയാളത്താൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും മുദ്ര കുത്തുകയും അലങ്കരിക്കുകയും ചെയ്യുക, യാതൊന്നിനും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രാഹിം പിതാവ് പറയുന്ന കാര്യമാണ്, വിശുദ്ധ കുരിശിന്റെ വിജയകരമായ അടയാളത്താൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ നിങ്ങൾ മുദ്ര ചെയ്യുമ്പോൾ ഒന്നിനും നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, ഒന്നിനും നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ പുറപ്പാടിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 16 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. പുറപ്പാടിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 16 മുതലുള്ള വചനങ്ങൾ. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നതിനെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയാണ്. അവര് ചെങ്കടൽ കടക്കുന്ന സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ്. 16 മുതലുള്ള വചനങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ വടി കയ്യിലെടുത്ത് കടലിൽ നേരെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിൽ നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കടലുചിത്തരാക്കും, അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെ സൈന്യത്തെയും തേരുകളെയും കുതിരപ്പടയാളികളുടെ മേൽ മഹത്വം നേടും. 19-ാമത്തെ വായിക്കാം. ഇസ്രായേൽ ജനത്തിന് മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നേ പോകാൻ തുടങ്ങി. മേഘസ്രവം മുമ്പിൽ നിന്ന് മാറി പിന്നിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു, അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിന് മീതെ കൈ നീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായി ഒരു കൊടുങ്കാറ്റയച്ച് കടലിനെ പിറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിലെ നടുവിലൂടെ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നീങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് 14-16 പറയാം, നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീ അതിനെ നീട്ടി വിഭജിക്കുക. അപ്പൊ സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ജനത്തെ ഈ ചെങ്കടലിൽ നിന്നും രക്ഷിക്കാനായിട്ട് മോശ കരങ്ങളിൽ എടുത്ത വടി അത് കുരിശിന്റെ പ്രതിരൂപമാണ്, ഒരു മുന്നാസ്വാദനമാണ്. വിശുദ്ധ കുരിശിലൂടെ ദൈവജനം രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനം ചെങ്കൽ കടന്ന ആ സമയത്ത് മോശയുടെ കയ്യിൽ എടുത്തു പിടിച്ച വടി ആദിമ ക്രിസ്ത്യാനികൾ കുരിശിന്റെ ഒരു പ്രതിരൂപമായി അതിനെ കണ്ടിരുന്നു. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമ ക്രിസ്ത്യാനികൾ കുരിശിൽ നിന്നും കുരിശടയാളം വഴിയായും തിന്മയുടെ ശക്തികളിൽ നിന്ന് വിടുതൽ നേടാനായിട്ട് അത് കാരണമായി തീരുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. പറഞ്ഞു ഹല്ലേലൂയ, പറഞ്ഞു ഹല്ലേലൂയ.
അതുകൊണ്ട് കുരിശടയാളം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ സംരക്ഷണ മുദ്രയായി മാറ്റുന്നു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ഒരു ദൈവവചനം പഴയ നിയമത്തിൽ നമ്മൾ കാണുകയാണ്. സംഗീത പുസ്തകം 21-ാമത്തെ അധ്യായം 4 മുതലുള്ള വചനങ്ങൾ. സംഗീത പുസ്തകം 21-ാമത്തെ അധ്യായം 4 മുതലുള്ള വചനങ്ങൾ. അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിനും മോശയ്ക്കുമെതിരായി ഇസ്രായേൽ ജനം പിറുപിറുത്തു. ദൈവത്തിനും മോശയ്ക്കുമെതിരായി ഇസ്രായേൽ ജനം പിറുപിറുത്തപ്പോൾ ദൈവം അവർക്കെതിരെ ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു എന്ന് നമ്മൾ ദൈവത്തിൽ വചനത്തിൽ കണ്ടുമുട്ടുകയാണ്. 5 മുതലുള്ള വചനം, 21-ന്റെ 5 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു, ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല, വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവിടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു, അങ്ങേക്കും കർത്താവിനും എതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ ഒരു പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരിയിൽ കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിന്റെ നിഴലായിരുന്നു ഈ പിച്ചള സർപ്പം എന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന കാര്യം ഇതാ. ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെട്ടത് പിച്ചള സർപ്പത്തെ ദൈവം പറഞ്ഞ് വടിയിൽ ഉയർത്തി നിർത്താൻ പറയുന്നു. അത് കേട്ട് അത് ചെയ്ത ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ആഗ്നേയ സർപ്പങ്ങളിൽ നിന്നും അവർ രക്ഷിക്കപ്പെടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 12:32. യോഹന്നാന്റെ സുവിശേഷം 12:32. ഒരുമിച്ച് വായിക്കാം. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തിലൂടെ യേശു ഉയർപ്പിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ യേശുവിനെ നോക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ ശക്തിയാൽ, കുരിശുമരണത്തിന് ശക്തിയാൽ വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ വിശുദ്ധ കുരിശിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടും. കുരിശിന്റെ നാമത്തിൽ മുദ്രയിടപ്പെടുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ കുരിശിനാൽ വിശ്വസിക്കുമ്പോൾ, വിശുദ്ധ കുരിശിനാൽ മുദ്രയിടപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ തിന്മകളിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടും. ഏതെങ്കിലും പ്രത്യേകമായൊരു തിന്മ കടന്നു വരാൻ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുമെങ്കിൽ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നമ്മൾ സംരക്ഷിതരായി മാറും. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഏതാനും മാസങ്ങൾ, 1 വർഷമായി കാണുമായിരിക്കും, ഇവിടെ ഒരു കുടുംബം പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ഓർക്കുകയാണ്. അവരുടെ മദ്യപാനിയായിട്ടൊരു മകൻ
മദ്യപാനവും പുകവലിയും ഇതെല്ലാം വന്ന് അവൻ എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഇവൻ മദ്യപിക്കാൻ തുടങ്ങി. നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ജസ്റ്റ് പാസ്സായി. കാരണം ആ സമയത്ത് മദ്യപാനം ആരംഭിച്ചു, അതുപോലെ തന്നെ പുകവലി ആരംഭിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതം ഒരു സ്ഥലത്ത് അതിന് ശേഷം അവൻ ജോലിക്ക് പോയി. പിന്നീട് അവൻ ജോലിക്ക് പോയില്ല. പിന്നെ ഫുള്ള് കുടിയാണ്. ഈ അപ്പനാണെങ്കിൽ 29 വർഷം ജർമ്മനി ജോലിയിട്ടുള്ളതാണ്. നല്ല പൈസയെല്ലാം ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നു. ഇവൻ ഭയങ്കര കുടി. ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിനും ഇറങ്ങിപ്പോവില്ല, ഒരു ജോലിക്കും പോവില്ല. ഇവർ താമസിക്കുന്ന ഒരു വീടുണ്ട്. അതുപോലെ തന്നെ ഒരു വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വീടുണ്ട്, പഴയ ഒരു ഓടിട്ട വീട്. ഇവൻ ഇതെല്ലാം കുടിച്ച് ജോലിക്ക് പോകാതെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സകല പൈസ നഷ്ടപ്പെട്ടു. പിന്നെ ഒന്നുമില്ല. ഈ ഒരു 12,000 രൂപ വാടക കിട്ടുന്നതല്ലാതെ വേറൊന്നുമില്ല. ഇവനാണ് ഫുള്ള് കുടി. അങ്ങനെ ഫുള്ള് കുടി പ്രശ്നങ്ങളെല്ലാമായി. അങ്ങനെ ഇവനെ ഇവിടെ ഒരു ദിവസം കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം ഇവിടെ താമസിച്ചു. ആദ്യത്തെ ദിവസങ്ങളിൽ ഇവൻ ഇവിടെ വരുന്നത് തന്നെ കുടിച്ചിട്ടാണ് വരുന്നത്. വരുന്ന വഴിക്ക് 4 മണിക്ക് കുതിരാൻ പാസ് ചെയ്തു. എന്നെ വിളിച്ച് പറഞ്ഞ് 4 മണിക്ക് കുതിരാൻ പാസ് ചെയ്തു, ഞങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ എങ്ങനെയാലും വരണം. പക്ഷേ ഇവർ 9 മണിയായിട്ട് വന്നില്ല, 9:30 വന്നില്ല. അപ്പം ഞാൻ 9 മണിക്ക് വിളിച്ചു, എന്താ വരാത്തതെന്നറിയാൻ. കാരണം വരൻ്റെ സമയം കഴിഞ്ഞു. അങ്ങനെ പിന്നീട് 9:30 എന്നിട്ടും വരുന്നില്ല. അപ്പം വീണ്ടും ഞാൻ വിളിച്ച സമയത്ത് അവർ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ജില്ലാശുപത്രിയിലാണെന്ന് പറഞ്ഞു. ജില്ലാശുപത്രിയിലാണ്. അപ്പോൾ ഈ ജില്ലാശുപത്രിയിൽ എന്താണ് അവിടെ എന്ന് ചോദിച്ച് പറഞ്ഞു, വരുന്ന വഴിക്ക് ഇവൻ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുടിച്ചു. വണ്ടിയെ വെച്ച് അക്രമാസക്തമായി അപ്പൻ്റെ ഷർട്ട് വലിച്ചു കയറി ഷർട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വഴി തെറ്റി. ഞാനപ്പോൾ ഇങ്ങോട്ടുള്ള വഴി അറിയാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് നോക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പന് 80 വയസ്സ് പ്രായമുണ്ട്, അമ്മയ്ക്ക് കുറച്ച് വയസ്സ് ഒരു 3-4 വയസ്സ് താഴെയുള്ളതാണ്, ഒറ്റ മകൻ. അപ്പോൾ ഇവർ പറഞ്ഞു വഴി തെറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തി, ടൗണിലെത്തി. അവിടെ വെച്ച് വണ്ടി നിർത്തി ഒരാൾ വഴി ചോദിച്ചു. 2 ചെറുപ്പക്കാരോട് ചോദിച്ചു. അത് കഞ്ചിക്കോട് ഇടവപ്പെട്ട 2 ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർ വഴി ചോദിക്കുന്ന സമയത്ത് ഇവൻ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിവൻ ഡോറ് തുറന്ന് ഇറങ്ങി ഓടി. അപ്പം വൃദ്ധനായ ഈ അപ്പം പറഞ്ഞു, ഇവനെ ഓടിച്ചിട്ട് പിടിക്കാൻ എനിക്ക് പറ്റില്ല, നിങ്ങൾ പിടിച്ചു തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ്റെ പുറകെ ബൈക്കിൽ ചേസ് ചെയ്ത് അങ്ങനെ വളഞ്ഞിട്ട് പിടിച്ച് വണ്ടിയെ കൊണ്ടുവന്നു. അങ്ങനെ വണ്ടിയെ കൊണ്ടുവന്ന് ഇവന് അക്രമാസക്തമായി കഴിഞ്ഞപ്പോൾ ഇവർ ജില്ലാശുപത്രി കൊണ്ടുപോയി. ജില്ലാശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ പുതിയൊരു നിയമം ഉണ്ടായെന്നാണ് പറഞ്ഞത് അടുത്ത കാലത്ത്. അതായത് ആ സമയത്ത് ഏതോ ഒരു ലേഡി ഡോക്ടറെ ഒരു സ്കൂൾ അധ്യാപകൻ കഞ്ചാവും അതുപോലെ മദ്യമെല്ലാം അടിക്കുന്ന ഒരു അധ്യാപകൻ, MDMA ഒക്കെ അടിക്കുന്ന അധ്യാപകൻ ആലപ്പുഴ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നു, മെഡിക്കൽ കോളേജിൽ തോന്നുന്നു, സ്ഥലം വിട്ടുപോയി. എന്തായാലും ലേഡി ഡോക്ടറെ കത്തി കൊണ്ട് കുത്തി മരണപ്പെട്ടതുകൊണ്ട് പിന്നീട് ഇങ്ങനെ മദ്യവുമായി ബന്ധപ്പെട്ട് ആര് വന്നിട്ടുണ്ടെങ്കിലും അവരെ സെഡേഷൻ കൊടുത്ത് 2 ആഴ്ച അവിടെ കിടത്തണം എന്നാണ് അവരുടെ നിയമം. അല്ലാതെ വിടാൻ പാടില്ല. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിടില്ല, ഡോക്ടർ വിടില്ല. ഇവിടുത്തെ നിയമം ഇല്ലാന്ന് പറഞ്ഞു, ഗവൺമെൻറ് ഓർഡറാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് ഫോൺ ചെയ്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, കൊടുക്കാൻ പറഞ്ഞു, ഡോക്ടർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നതാണ്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ നന്നായിരിക്കും. അവൻ പുറത്തിറങ്ങി ഉപദ്രവം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം എന്തായാലും ഡോക്ടർക്ക് വിടണമെന്ന് തോന്നി. അതിൻ്റെ വേറെ മേലധികാരികളായ ഡോക്ടർമാരോട് ചോദിച്ചു. അവർ പറഞ്ഞു വിടാം, കുഴപ്പമില്ല, ഇത് ഒരു ഫാദർ വിളിച്ച കേസല്ലേ, അതുകൊണ്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു 10 മണി കഴിഞ്ഞ സമയത്ത് ഈ സെഡേഷനൊക്കെ കൊടുത്ത് ഇവനെ ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വരുന്ന പോലെയാണ് വണ്ടിയെ എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം ഇവന് ഏറ്റില്ല രാവിലെ. പിന്നെ അങ്ങനെ എന്തായാലും കുറച്ച് ദിവസം അങ്ങനെയൊക്കെ കിടന്ന് അങ്ങനെ ഞാൻ മദ്യം അടിക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അന്നേരം പറഞ്ഞു മദ്യക്കുപ്പികളൊന്നുമില്ല കയ്യിൽ. പക്ഷെ അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇവൻ്റെ ഇന്ന് ഒരു 22ഓളം കാജാ ബീഡിയുടെ പാക്കറ്റ് കിട്ടി. അത് ഞാൻ മേടിച്ചു വെച്ചു. എല്ലാം മേടിച്ച് മൊത്തം സേർച്ച് ഒരാളെ കൊണ്ട് ചെയ്യിച്ച് അതെല്ലാം എടുത്ത് അങ്ങനെ അത് ഞാൻ
എൻ്റെ മുറി കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇവൻ ഈ സിഗരറ്റേലും കിട്ടാതെ ഇവൻ പറ്റില്ല. അപ്പോൾ ഇവൻ ഈ സിഗരറ്റ് കുറ്റി വലിച്ചത് മഴക്കാലമാണ്. അപ്പോൾ ഈ ജനലിൽ കൂടെ താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവന് പുറവശത്തോടെ എന്ന നനഞ്ഞ ഈ കാജയുടെ കുറ്റി പിറക്കി കത്തിച്ചിട്ടും ചൂടാക്കിയും ഇടയ്ക്ക് വലിക്കും. അപ്പോൾ അതും എനിക്ക് മനസ്സിലായി, അതും ഞാൻ തടഞ്ഞു. അങ്ങനെ പിന്നീട് 4 ദിവസം ഇവന് മദ്യവും വേണ്ട, സിഗരറ്റും വേണ്ട, ഒരു സംഭവം വേണ്ട, ഇല്ലാതെ ഇവിടെ നിന്നു. ഞാനവനെ കുർബാനയ്ക്ക് കൂടാനൊക്കെ അവനെ കൂട്ടി, അതുപോലെ തന്നെ ബൈബിൾ വായിപ്പിച്ചു. അങ്ങനെ എല്ലാ കുർബാനയിലെല്ലാം കൂടും. നല്ല മിടുക്കനായ പയ്യനാണ്, പക്ഷേ ഇതിൻ്റെ അടിമത്തമാണ്. അപ്പോൾ ഇവൻ്റെ പുറത്ത് ഞാൻ എന്താണ് സുഖമാണോ എന്ന് ചോദിച്ചിങ്ങനെ ഒരു ദിവസം പുറത്ത് തട്ടുമ്പോഴാണ് ഈ അസ്ഥികൂടത്തെ തൊടുന്ന പോലെയാണ്. അസ്ഥികൂടം ഇങ്ങനെ പുറത്തിങ്ങനെ നമ്മളൊന്നും വലിച്ചിട്ടുണ്ടെങ്കിൽ അസ്ഥികൂടത്തെ ഇങ്ങനെ വലിക്കുന്ന പോലെയാണ്. അവൻ്റെ വാരിയൽ ഒന്നുമില്ല, ഈ മസിലൊന്നുമില്ല, എല്ലാം പോയി. ഈ അരക്കൂടൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ നല്ല വലിയ ആളാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ അത് ഒതുങ്ങും. ലിവറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഈ കുടിച്ചും വലിച്ചൊക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു 4 ദിവസം ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിർത്ത്, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടുകാരോട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഒരു ദിവസം ഈ 4-ാം ദിവസം വൈകുന്നേരം രാത്രി 12 മണിക്ക് ഞാൻ നിത്യാനന്ദ ചാപ്പലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മുറിയിൽ പോയി കിടക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ കിടന്ന് 10 മിനിറ്റ് ആയപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഇന്നിവിടെ ഒരു ആത്മഹത്യ നടക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ആത്മഹത്യ നടക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം ഇവൻ 4 ദിവസം ഇത് കഴിക്കുന്നില്ല, അപ്പം വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകും. അപ്പോൾ ഈ സിൻഡ്രോം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവന് അക്രമാസക്തം ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന തോന്നാം. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഇന്നിവിടെ ഉണ്ടാകും, അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് കർത്താവ് തന്നു. ഞാൻ എന്തെന്ന് പറയാം, ഞാൻ പെട്ടെന്ന് ചാടിയേറ്റു. ഞാൻ പള്ളിയിൽ വന്നു, നിത്യാനന്ദ ചാപ്പലിൽ വന്നു. അപ്പോൾ 12:10 അങ്ങനെ പള്ളിയിൽ വന്നിരുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇവിടെ ഒരു ആത്മഹത്യ സംഭവിക്കരുത്, ആത്മഹത്യ ഇവിടെ നടക്കരുത്, ഇവനെ രക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് ഞാൻ എന്തായാലും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവസാനം ഈശോയുടെ തിരുരക്തത്താൽ ഈ സ്ഥാപനത്തെയും ഈ സ്ഥലങ്ങളെയും മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ നിത്യാനന്ദ ചാപ്പലിൻ്റെ ഭിത്തിയിൽ കുരിശ് വരച്ചു. അതിന് 3 പ്രാവശ്യം കുരിശ് വരച്ചു. അങ്ങനെ കുരിശ് വരച്ച് തിരുരക്തത്താൽ മുദ്ര ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോയി കിടന്നു. 2:30 ആയപ്പം ഒരൊച്ച കേട്ടു. എൻ്റെ മുറിയിൽ ഒരൊച്ച കേട്ടു. പെട്ടെന്ന് ഞാൻ ഉറക്കം തെളിഞ്ഞ് ഞാൻ ഈ വാതിൽ തുറന്ന് വരാന്തയിലേക്ക് ഇറങ്ങുമ്പം ഈ വരാന്തയിലുള്ള ഒറ്റ വെട്ടം പോലും ഇല്ല. എല്ലാ ലൈറ്റും ഓഫ്, ട്യൂബുകൾ ഓഫ്, പുറത്തെ എല്ലാം ഓഫ്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇവൻ എന്തെങ്കിലും കടുകൈ ചെയ്യാൻ വരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഓടി ഇവിടെ എത്തി. നിത്യാനന്ദ ചാപ്പലിൻ്റെ തൊട്ടടുത്ത മുറിയിലാണ് ഇവർ കിടക്കുന്നത്. അപ്പം ഞാൻ അടുത്തോട്ട് വരുന്നതോടും എനിക്ക് നല്ല കൂരിട്ട്, പക്ഷേ എന്തോ നിലത്ത് കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി. സൈഡിൽ ആരും നിൽക്കുന്നത് പോലെ തോന്നി, നിഴല് പോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നി. കാരണം മെയിൻ റോഡിലെ ഗേറ്റിൽ നിന്ന് ഒരു ചെറിയ വെട്ടം ദൂരെ ഇങ്ങോട്ട് അടിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്, എന്നാലും കൂരിട്ടാണ്. അപ്പം ഞാൻ ഓടി വന്ന് വരാന്തയിൽ ലൈറ്റിട്ട് നോക്കുമ്പോൾ നിലത്ത് ഇവൻ്റെ അമ്മയുടെയും ഇവൻ്റെ അപ്പൻ്റെ എല്ലാം തുണികളെല്ലാം വലിച്ചു വാരിയിട്ടായിരുന്നു. ഇവൻ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് മുറിക്കകത്ത് കയറി ലൈറ്റ് ഇട്ടപ്പോൾ ഫാൻ കറങ്ങുന്നില്ല, നിന്ന നിൽപ്പാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഫാനെ കാണാനുള്ള പണി നടത്തിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഡബിൾ ഡെക്കയിൽ അമ്മയുടെ ഷാള് പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ അപ്പൻ ഉറക്കപ്പിച്ചോടുകൂടി കട്ടിലേറ്റ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അപ്പനോട് ചോദിച്ചു, എന്താണ് ഈ ഫാൻ ഓഫാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പ എന്നോട് പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങുമായിരുന്നു, അപ്പൻ്റെ കാലയിലും തൊടയിലെല്ലാം കൂടി പിടിച്ച് വലിച്ച് താഴേക്കിട്ടു, എന്നിട്ട് അക്രമാസക്തമായി ഇപ്പം ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞു. അമ്മയുടെ അപ്പൻ്റെ ബാഗിരുന്ന തുണികളെല്ലാം വലിച്ചു വാരി റൂമിലിട്ടു, വരാന്തയിലിട്ടു. അമ്മയുടെ ഷാളെടുത്ത് ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് ഈ പൊക്കത്തിൽ കയറി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഷാൾ ഇങ്ങനെ ഈ ഡബിൾ ഡെക്കിൻ്റെ പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പം ഞാനിവനെ പെട്ടെന്ന് വിളിച്ച് മുറിയിൽ കൊണ്ടുപോയി, നിത്യാനന്ദ ചാപ്പലിൽ കൊണ്ടുപോയി അവിടെ ഒരു 10-15-20 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം അമ്മ ആ സമയത്ത് നിത്യാനന്ദ ചാപ്പലിൽ ഇരിക്കുകയാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവൻ ഈ കട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് ഷാളൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇവനെ കാലെ പിടിച്ച് വലിച്ച് താഴേക്കിട്ടതാണ്. അപ്പം ഈ
ഡബിൾ ഡെക്കയിലെ പാട്ടയല്ലേ അവിടുത്തെ അടിയിൽ അങ്ങനെ വീഴുന്ന സമയത്ത് ഉണ്ടായ ഒച്ചയാണ് എൻ്റെ മുറിയിൽ കേൾക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു സംരക്ഷണം ഞാൻ വിശ്വസിക്കുന്നു, ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. കാരണം കർത്താവ് 12 കഴിഞ്ഞ സമയത്ത് ഉറങ്ങാൻ കടന്ന സമയത്ത് എന്നോട് പറയുകയാണ് ഇവിടെ ഇതിങ്ങനെ സംഭവിക്കും. അപ്പം ഞാൻ അങ്ങനെ പള്ളി വരുന്നു, മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 2:30 ആയപ്പോൾ ഇതിങ്ങനെ സംഭവിക്കാൻ ഇവൻ അതിന് ഒരുമ്പെടുന്ന സമയത്ത് ആ ഒച്ച ഞാൻ കേൾക്കുന്നു, ചാടി കേൾക്കുന്നു. കാരണം കരഞ്ഞിട്ട് 2.5 മണിക്കൂറായിട്ടില്ല. അപ്പൊ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ സ്ഥലത്തും അതുപോലെ തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കുരിശടയാളം വരച്ച് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ വലിയ ഒരു പ്രത്യേകമായ സംരക്ഷണം വിടുതൽ തന്നുകൊണ്ട് ദൈവം ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കൃപ തന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ രക്ഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, വലിയ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ കണ്ട വചനം യോഹന്നാൻ സുവിശേഷം 12:32, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതങ്ങളിൽ ഉള്ള പ്രശ്നങ്ങളുടെ മേൽ ഏതെങ്കിലും പ്രത്യേകമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ, ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതങ്ങളുണ്ടെങ്കിൽ നമ്മെ ആ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവിന് പറ്റും. കർത്താവിന് നമ്മുടെ ജീവിതങ്ങളെ ഞെരുക്കങ്ങളിൽ നിന്ന് വിശുദ്ധ ശ്ലീഹായുടെ ശക്തിയാൽ നമ്മെ രക്ഷിക്കാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്താം. 2 കരങ്ങളും ഉയർത്തി അല്പനിമിഷം നമ്മൾ സ്തുതിച്ച് കർത്താവിൻ്റെ വിശുദ്ധ ശ്ലീഹായുടെ സംരക്ഷണം നമ്മുടെ ജീവിതങ്ങളിൽ മുദ്ര ചെയ്യപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. കർത്താവേ കരുണ വർഷിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വിദ്യാഭ്യാസത്തിന്റെ സംരക്ഷണം നൽകണമേ. വിശുദ്ധ ശ്ലീഹായാൽ ഞങ്ങളെ മുദ്ര ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്ന് പുതിയൊരു ശക്തി എല്ലാവരും ചേർന്ന് അപ്പോൾ കുരിശടയാളം വരച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ ഒരു സംരക്ഷണം നമ്മുടെ ജീവിതങ്ങളിൽ ലഭിക്കും. അപ്പൊ കുരിശടയാളം നമ്മൾ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മൾ ആശീർവദിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിന്റെ ആശീർവാദത്തിലൂടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമുക്കറിയാം, അതുകൊണ്ടാണല്ലോ വിശുദ്ധ കുർബാനയിൽ കുരിശിന്റെ ആ അടയാളത്തിൽ ഏറ്റവും ആദ്യം ആശീർവദിക്കുന്നപ്പോഴാണെന്നറിയാവോ? വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ആശീർവദിക്കുന്നുണ്ട്, ഇല്ലേ? വിശുദ്ധ ഗ്രന്ഥം കൊണ്ടാണ് ആദ്യം ദൈവജനത്തെ വിശുദ്ധ കുർബാനയിൽ ആശീർവദിക്കുന്നത്. സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ്
വചനമാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വിശുദ്ധ ഗ്രന്ഥം വെച്ച് ഈശോയുടെ പ്രത്യേകമായ സാന്നിധ്യം ഈശോയാൽ വിശുദ്ധ വചനത്താൽ മുദ്ര ചെയ്ത് ആശീർവദിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വൈദികര് ആശീർവദിക്കുന്നുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിച്ച് പല പ്രാവശ്യം ആശീർവാദം തരുന്നുണ്ട്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ വൈദികൻ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കുമ്പോൾ, സമാധാനം നൽകി ആശീർവദിക്കുമ്പോൾ ആ സമാധാനം നമ്മൾ സ്വീകരിക്കണം. സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ അപ്പോൾ കുരിശു വരയ്ക്കുന്നത്. ഓരോ ആശീർവാദം സ്വീകരിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദൈവജനം അവരുടെ മേൽ അവർ കുരിശു വരച്ച് ഈ ആശീർവാദ മുദ്ര സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ കൈകെട്ട് നിൽക്കുകയാണ് ഇങ്ങനെ. അത് ഏതാണ്ട് കഥ കാണാൻ നിൽക്കുന്നത് പോലെ കിട്ടിയ ചാരിയും അല്ലെങ്കിൽ തലയെ ചൊറിഞ്ഞും ഇങ്ങനെ നിൽക്കുകയാണ്. നടക്കട്ടെ എല്ലാം സമയമാകുമ്പോൾ കുർബാന സ്വീകരണം ലൈനായിട്ട് വരണമല്ലോ. അങ്ങനെയല്ല, ഓരോ കുർബാനയിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ ആശീർവാദം തരുമ്പോൾ അത് വിശുദ്ധ ബൈബിൾ വെച്ച് പുതിയ നിയമം വെച്ച് ആശീർവദിക്കുമ്പോൾ ആ സമയത്ത് കുരിശു വരയ്ക്കും. പിന്നീട് സമാധാനം ആശ്വസിക്കുന്നുണ്ട്. ആ സമയത്ത് ഓരോരുത്തരും വ്യക്തിപരമായിട്ടും ആ യേശുവിൻ്റെ നാമത്തിൽ കുരിശടയാളത്താൽ വ്യക്തിപരമായിട്ടും മുദ്ര ചെയ്യുന്നതിലൂടെ ദൈവികമായ ഒരു സംരക്ഷണം, തിന്മയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിൽ നിന്നും അശുദ്ധിയുള്ള വിടുതൽ, ദൈവത്തിന് വിധേയപ്പെടുന്നതിൻ്റെ അടയാളം, ഇതെല്ലാമായിട്ട് നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ ഇത് സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ വെറുതെ നോക്കി നിൽക്കരുത്, കാഴ്ചക്കാരല്ല. അപ്പോൾ ഓരോ ആശീർവാദവും വൈദികൻ ദൈവമക്കൾക്ക് നൽകുമ്പോൾ അവിടെ നമ്മൾ കുരിശു വരയ്ക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവികമായ ഒരു സംരക്ഷണവും മുദ്രയും നമ്മുടെ കൂടെ ലഭിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്ഷണം ആശീർവദിക്കുന്നില്ലേ? ഭക്ഷണം ആശീർവദിച്ച് നമ്മൾ കുരിശു വരച്ച് ഭക്ഷണം ആശീർവദിക്കുന്നത്, അതുപോലെ കന്നുകാലികളെ ആശീർവദിക്കുന്നത്, വയലുകളെ ആശീർവദിക്കുന്നത്, കാർഷിക ഭൂമിയെ ആശീർവദിക്കുന്നത്, കടകൾ ആശീർവദിക്കുന്നത്, ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രസ്ഥാനങ്ങൾ, കാർഷിക മേഖലകൾ, ഇതെല്ലാം നമ്മൾ അച്ഛന്മാരെ കൊണ്ടുവന്ന് ആശീർവാദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കണം. ഒരു കടമയ്ക്ക് വേണ്ടി ചെയ്യരുത്. അത് വിശ്വസിച്ചാൽ ആ ആശീർവാദത്തിന് ശക്തിയുണ്ട്. പ്രിയകതയുടെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ അധ്വാന മേഖലകളെ അനുഗ്രഹിക്കും എന്ന് വിശ്വസിച്ചാൽ അത് സംഭവിച്ചിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പാറ ഭാഗത്ത് തെക്കൻ സൈഡിൽ നിന്ന് കോതമംഗലംകാര 50 ഏക്കർ സ്ഥലം എടുത്ത് പാടത്ത് ഇഞ്ചി കൃഷി നടത്തി. അപ്പോൾ ഇഞ്ചി കൃഷി നടത്തി അത് ഏതാണ്ട് പറിക്കുന്ന സമയം വന്നപ്പോഴത്തേക്കും അതിന് 1-2 ആഴ്ച മുമ്പ് ഒരു പാടത്ത് അതിന് മഞ്ഞളിപ്പ് രോഗം വന്നു. ഇതെല്ലാം ഇങ്ങനെ മഞ്ഞച്ച് എല്ലാം ഇങ്ങനെ പറിക്കാറായ സാധനം ഇത് കേടുവന്ന് അതിങ്ങനെ പോവുകയാണ്. ഒരു പാടത്തായി 50 ഏക്കർ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കി ഇഞ്ചി കൃഷി നടത്തുന്നത്. അതിങ്ങനെ പെട്ടെന്ന് ഒരു കീടബാധ വന്ന് ഇതെല്ലാം ഇങ്ങനെ മഞ്ഞച്ച് നിൽക്കുകയാണ്. ഇത് അടുത്ത പാടങ്ങളിലേക്ക് ഇതിങ്ങനെ സ്പീഡായിട്ട് പോകും. ആ ഏരിയ മുഴുവൻ അതെ, ഇവരുടെ 50 ഏക്കർ, ബാക്കിയുള്ളവരുടെ ധാരാളം ഇഞ്ചി കൃഷി നടക്കുന്ന സ്ഥലമാണ്. പാറയിൽ നിന്ന് അങ്ങനെ ഉള്ളിലേക്ക് പോകും ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ സമയത്ത് ഈ കോതമംഗലക്കാരാണ്, കത്തോലിക്കരായിട്ടുള്ള ചേട്ടന്മാരാണ്, അവർ വിളിച്ചു, ഞങ്ങളുടെ ഇഞ്ചി എല്ലാം നശിക്കാൻ പോവാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇഞ്ചി മുഴുവൻ നശിക്കാൻ പോവുക, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് ആശീർവദിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരനൊരു അച്ഛനും, ഞങ്ങൾ 2 പേരും ഉണ്ട് അവിടെ. ഞങ്ങൾ 2 അച്ഛന്മാരോട് പോയി. അവിടെ പോയി ഞങ്ങൾ ഈ കേടായ ആ സ്ഥലത്ത്, ഇതൊരു കീടബാധയാണ്, ഈ കീടബാധയുള്ള സ്ഥലത്ത് പോയി വെഞ്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബാക്കി ഈ 50 ഏക്കർ സ്ഥലത്ത് എല്ലായിടത്തും പോയി വെള്ളം തളിച്ചിട്ട് പോകുന്നു.
ഇവർ പിന്നീട് പറഞ്ഞ കാര്യം ഇതാണ്, ഇവരുടെ ഈ കീടബാധ അവിടെ കൊണ്ട് അവസാനിച്ചു. അടുത്ത പാടത്തേക്ക് പോയില്ല, അടുത്ത തൊട്ടിയിലേക്ക് പോയില്ല. ഇവർക്ക് നല്ല വിളവ് കിട്ടിയെന്ന് അവർ പറയാണ്. പക്ഷേ വെഞ്ചരിക്കാത്ത ആ പരിസരത്തുണ്ടായിരുന്ന സകല ആൾക്കാരുടെയും, അവർ വേറെ മതസ്ഥരാണ്, അവർക്കറിയത്തില്ല, വെഞ്ചരിപ്പിനെ കുറിച്ച് അറിയത്തില്ല, അതെല്ലാം നശിച്ചെന്ന് പറയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് ദൈവികമായ സംരക്ഷണം, ദൈവികമായ ആയുധം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പൊ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നടക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ്യരുടെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 10-ാമത്തെ തിൽഹീതം 10 മുതലുള്ള വചനങ്ങൾ, എഫേസ്യൂസ് 6:10 മുതലുള്ള വചനങ്ങൾ ഒരുമിച്ച് വായിക്കാം. പെട്ടെന്നെടുത്തു. അവസാനമായി കർത്താവിൽ, ഒരുമിച്ച് വായിക്കാം, എല്ലാവരും എടുത്തേ, ഒരുമിച്ച് വായിക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ, ആ പേജ് നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവരും എടുക്കട്ടെ, പെട്ടെന്ന് കിട്ടില്ലേ? 290. ഒരുമിച്ച് വായിക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുറ്റവരായിരുന്നു സാത്താന്റെ ഗുരുതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. ദൈവത്തിന്റെ വചനം പറയാം, സാത്താന്റെ ഗുരുതന്ത്രങ്ങൾ, തിന്മയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ നാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സാഹചര്യങ്ങൾ, ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങൾ, ഇങ്ങനെ അനേകം പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, നിങ്ങൾ കർത്താവിലും കർത്താവിന്റെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുറ്റവരായിട്ട് മാറണം. ദൈവത്തിന്റെ ശക്തിയോടെ നമ്മൾ നിറയണം, കരുത്തുള്ളവരായിട്ട് മാറണം. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്, സാത്താന്റെ ഗുരുതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കണം. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്ക് എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധവും ധരിക്കുകയും. വീണ്ടും പറയാ, ദൈവത്തിന്റെ വചനം പറയാ, നമ്മൾ പടവെട്ടുന്നത് പിശാചിനെതിരായിട്ടാണ്, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ അധിപന്മാർക്കെതിരായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് അതിനെ ആവർത്തിച്ച് പറയാം, നിങ്ങൾ ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം. ദൈവം നമുക്ക് നൽകിയ അനേകം ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ നമ്മൾ എടുക്കണം. ഇപ്പം വെഞ്ചിരിപ്പ് ഒരായുധമാണ്. അച്ഛനെ കൊണ്ടുവന്ന് നമ്മുടെ സ്ഥാപനങ്ങൾ, ഭവനങ്ങൾ, കാർഷിക മേഖലകൾ വെഞ്ചിരിക്കുന്നത് ഒരായുധമാണ്. നമ്മൾ വിശുദ്ധ കുരിശിന് മുദ്രയേത് പ്രാർത്ഥിക്കുന്നത് ഒരായുധമാണ്. വെഞ്ചരിച്ച് വെള്ളം ഉപയോഗിക്കുന്നത് ഒരു ആയുധമാണ്. വെഞ്ചരിച്ച് ഉപ്പ് ഉപയോഗിക്കുന്നത്, മന്ത്രവാദ ഗൂഢോത്തര ശക്തി വിട്ടുപോകുന്ന ഒരു ആയുധമാണ്. ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഒരായുധമാണ്. ദൈവത്തിന് വചനം എടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ടൗണിലുള്ള ഒരു സ്ഥാപനമാണ്, കമ്പ്യൂട്ടർ സ്ഥാപനമാണ്. കമ്പ്യൂട്ടർ വലിയ ഒരു കമ്പനിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം വർക്കെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. അപ്പം ഈ സ്ഥാപനത്തിൻ്റെ മേധാവി എൻ്റെ ഇടവയിൽപ്പെട്ട ഒരാളായിരുന്നു. ഞാനൊരു പള്ളിയിലായിരിക്കുന്ന സമയത്താണ്. അപ്പം ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് പറയാണ്, അച്ഛാ വൈകിട്ടിന് ഇത് 24 hours ആണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. കാരണം വിദേശത്തു നിന്നും, അമേരിക്കയിൽ നിന്നും, കാനഡയിൽ നിന്നും, ഓസ്ട്രേലിയ, അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വർക്കെടുത്ത് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം, ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ 24 hours വർക്ക് നടക്കാം. അപ്പോൾ ഈ ചേട്ടൻ പറയാണ്, രാത്രി കാലങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ജോലി ചെയ്യുന്നവർക്ക്. രാത്രി കാലങ്ങളിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ ഈ സ്ഥാപനം മുഴുവനും ഈ വലിയ ഗ്ലാസ് ഇട്ടേക്കാണ്. അപ്പം ഈ രാത്രി കാലങ്ങൾ വർക്ക് ചെയ്യുന്നവർ അവിടെ വലിയ ഒച്ച കേൾക്കാം, വലിയ ഒച്ച കേൾക്കാം. അത് കഴിഞ്ഞ് ഈ ഗ്ലാസിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കൈപ്പത്തി കാണാം. ആർക്കും അവിടെ കയറുന്നൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് 3-ാം നിലയിലാണ്. അപ്പം പുറത്തുനിന്ന് ആർക്കും വന്നിട്ട് ഇങ്ങനെ ഒന്നും ഒച്ച വെക്കാനും പറ്റില്ല. ഈ ഗ്ലാസിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പം ഇപ്പം ഇതിൻ്റെ പുറത്ത് ആരെങ്കിലും വന്ന് കയറി നിൽക്കുമോ? ഇത് 3-ാം നിലയുടെ പൊക്കത്തിലാണ്. അപ്പം ഇവർ ഈ രാത്രി ജോലി ചെയ്യുന്നവർ കൈപ്പത്തി ഇങ്ങനെ കാണാം, ഇങ്ങനെ കൈപ്പത്തി ഇങ്ങനെ രക്ത കളറുള്ള 2 കൈപ്പത്തി ഇങ്ങനെ ഓടും, വലിയ ഒച്ചയും കേൾക്കാം. ഇവർ പേടിച്ചിട്ട് രാത്രി വർക്ക് ചെയ്യില്ലെന്നായി. അപ്പം ഈ
മേധാവിയായിട്ടുള്ള സ്ഥാപനത്തിന് മേധാവി ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ്, അച്ഛാ രാത്രി ഇപ്പം വർക്ക് നടക്കുന്നില്ല, രാത്രി ഭയങ്കര ഒച്ചയും വേണം, 2 കൈ രക്തം പുറണ്ട കൈ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇവരെ ഇങ്ങനെ ഒച്ച കേൾപ്പിക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ വേണമെന്ന്. അപ്പം ഇവർ ഒളിച്ചും പാത്ത് നിന്നു ഇതെന്നാ സംഭവം എന്നറിയാനായിട്ട്. പക്ഷെ അവർ കാണുന്നില്ല, പക്ഷെ ഈ അകത്തിരിക്കുന്നവൻ കാണും ഈ സംഭവം. അപ്പം ഇങ്ങനെയാണ്, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരു പിശാചി പ്രശ്നം, അതാ അവർ പറയുന്നത്. ഹല്ലേലൂയ. കാരണം പുറത്തൊക്കെ നോക്കിയിട്ട് ഇല്ല, സംഭവമില്ല. അപ്പം ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛൻ വന്നൊന്ന് വെഞ്ചിരിച്ച് വെള്ളം തളിച്ച് മുദ്ര ചെയ്ത് ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ ചേട്ടൻ നല്ല വിശ്വാസമാണ്. പക്ഷെ കൂടെ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒത്തിരി നസ്രാണികളുണ്ട്, പക്ഷെ അവർക്ക് വലിയ വിശ്വാസമില്ല. പക്ഷെ സ്ഥാപന മേധാവിക്ക് വിശ്വാസമുണ്ട്. പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ പോയി അവിടെ പോയി വെഞ്ചിരിച്ച് കുരിശടയാളം വരച്ച് ഈ സ്ഥാപനത്തെ ഈശോയുടെ തിരുരക്തത്താൽ മുദ്ര ചെയ്ത് എല്ലാ പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നീട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. 12, 13, 14 വചനം നമുക്ക് വായിക്കാം. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്ക് എതിരുമായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നു, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ ആയുധം, വെഞ്ചിരിപ്പ്, അതുപോലെ കുരിശടയാളം, ഇങ്ങനെയുള്ള ആയുധങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തിന് വചനം പറയുകയാണ്, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ പറ്റും. നമ്മൾ തിന്മയിലൂടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ആയുധം എടുക്കുന്നതിലൂടെ, കുരിശടയാളം എന്ന ആയുധം നമ്മൾ സ്വയം കുരിശു വരച്ചും സ്ഥാപനത്തെ വെഞ്ചരിച്ചും അതുപോലെ തന്നെ കുരിശിന്റെ ശക്തി കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ ദിനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുപോകും. അടുത്ത വചനം പറയുകയാണ്, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ. ഇന്ന് നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ, ഇപ്പൊ ഒരു ജീവിത പങ്കാളിയാണെങ്കിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാതെ പ്രതിസന്ധികളിലൂടെ ഇന്ന് കടന്നു പോകുന്നുണ്ടായെങ്കിൽ ദൈവത്തിന്റെ വചനം പറയാ, നിങ്ങൾ ദൈവത്തിന്റെ ആയുധങ്ങൾ എടുക്കണം, നിങ്ങൾ ആയുധങ്ങൾ ധരിക്കണം. കുരിശിന്റെ അടയാളത്താൽ നമ്മൾ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, കുരിശടയാളത്തിന് ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം കുരിശു വരയ്ക്കുമ്പോൾ, 33 തവണയൊക്കെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം നമ്മുടെ സഭയിലില്ല. അപ്പൊ നമ്മൾ സ്വയം 33 തവണയൊക്കെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തവണ വിശ്വാസത്തോടെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകൾ, പൈശാചികമായ പീഡകൾ വിട്ടുപോയി തിന്മയുടെ ദിനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റും. നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ഈ തടസ്സങ്ങൾ എടുത്തു മാറ്റാൻ ഈ ആയുധങ്ങൾ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, വലിയ പറഞ്ഞേ ഹല്ലേലൂയ. 14ാമത്തെ വചനം വായിക്കാം. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുകയും സമാധാനത്തിന്റെ സുവിശേഷ ഒരുക്കമായുള്ള പാദരക്ഷകൾ ധരിക്കുകയും സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാകുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുകയും രക്ഷയുടെ പടത്തൊക്കെ അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യും. ഇപ്പൊ ദൈവത്തിന് വചനം പഠിപ്പിക്കുക, നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ അനുഗ്രഹീതരാണ്, പക്ഷെ നമുക്ക് അനുഗ്രഹീതരാണ് എന്ന തിരിച്ചറിവില്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ദൈവത്തിന്റെ വചനം പറയാ, നിങ്ങൾ ദൈവവചനമാണെന്ന് വാളെടുക്കാൻ പറയുന്നുണ്ട്. സുവിശേഷത്തിന്റെ ഒരുക്കമായിട്ട് പാദരക്ഷകൾ അണിയാൻ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ പരിചയെടുക്കാൻ പറയുന്നുണ്ട്, ദൈവവചനമെന്ന് വാളെടുക്കാൻ പറയുന്നുണ്ട്, നീതിയുടെ കവചം ധരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ വചനം പറയാം, നിങ്ങൾ കർത്താവിന്റെ ശക്തിയുടെ പ്രാഭവത്തിൽ കരുത്തുറ്റവരായിട്ട് മാറണം എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാം തകർന്നു നശിച്ചു, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കരുത്. ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞല്ല ചിന്തിക്കേണ്ടത്. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥനയിലൂടെ മുന്നേറിയാൽ ദൈവം സഹായിക്കും.
ചിലപ്പോൾ ലഹരി വസ്തുക്കൾ അടിമത്വമായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചന്ദ്രനൂർ പള്ളിയിൽ വികാരിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കഞ്ചിക്കോട് ഇടവയുന്ന ഒരു അമ്മച്ചി വന്നത് സാക്ഷ്യം പറഞ്ഞതാ. പ്രായമായൊരമ്മച്ചി. ഈ അമ്മച്ചിയുടെ ഭർത്താവ് 50 വർഷമായിട്ട് കൂടിയ മദ്യപാനം. 50 വർഷമായിട്ട്, കല്യാണത്തിന് മുമ്പേ തുടങ്ങിയതാ. പണിക്ക് പോയില്ല. ഈ പുള്ളിക്കാരത്തി, ഈ അമ്മച്ചി വല്ല പാടത്ത് പണിയെടുക്കാൻ പോകണം. പാടത്ത് പണിയെടുത്ത് കൊണ്ടുവരുന്ന കാശ് ഇയാൾക്ക് കൊടുക്കണം കുടിക്കാൻ. പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ, പണിയില്ലാത്ത സമയങ്ങളിൽ തയ്യൽ പരിപാടിയാണ്. ഈ അപ്പച്ചന് 19ഓളം വയസ്സിൽ 78 വയസ്സ് കാണുമായിരിക്കുമല്ലോ. എന്നെ എന്തായാലും 50 വയസ്സായാലും കുടിച്ചിട്ട് 50 വർഷമായി കുടി തുടങ്ങിയിട്ട്. വളരെ വൃദ്ധനായ ഒരു മനുഷ്യൻ. എന്നിട്ട് ഈ തയ്യൽ മെഷീൻ വീട്ടിൽപ്പെട്ട ഈ അമ്മച്ചി ഇറങ്ങിപ്പോകുമ്പോൾ, പണിക്കൊക്കെ പോകുമ്പോൾ ഇയാൾക്ക് കുടിക്കാൻ കാശില്ലാതെ വരും. വീട്ടിലെ കട്ടിലെടുത്ത് വയ്ക്കും, കലങ്ങളെടുത്ത് വയ്ക്കും, ഉരുളുകളെടുത്ത് വയ്ക്കും, വീട്ടിൽ കണ്ണിപ്പെട്ട സാധനം മുഴുവൻ. അവസാനം ഒരു ദിവസം ഈ അമ്മച്ചി പണിക്ക് പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ തയ്യൽ മെഷീനുണ്ട് വീട്ടിൽ, വല്ലപ്പോഴൊക്കെ തയ്ച്ചു കൊടുക്കുന്ന. തയ്യൽ മെഷീൻ്റെ ചക്രമില്ല. ചോദിച്ചപ്പോൾ പറയാ, കുടിക്കാൻ വേണ്ടി സഹകുടിയൻ്റെ വീട്ടിലെ തയ്യൽ മെഷീൻ്റെ ചക്രം ചവിട്ടുമ്പം ഒരു ചക്രം കറങ്ങണമല്ലോ, അവത്തേലാണുള്ള കയറ് കെട്ടിയിട്ടാണ് ഈ മെഷീൻ തയ്യൽ നടക്കുന്നത്. അപ്പോൾ ഈ ചവിട്ടുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചക്രമില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറയാണ്, ഇയാൾ പറയാ, കുടിക്കാൻ കാശില്ല, സഹകുടിയന് അവൻ്റെ കെട്ടിയോട് കഴിച്ചുകൊണ്ടിരുന്നതാണ്, അതിൻ്റെ മെഷീൻ്റെ ചക്രം പോയി, അതുകൊണ്ട് അത് എടുത്തു കൊടുത്തു, അതിന് കിട്ടിയ കാശ് കൊണ്ടുപോയി തട്ടി എന്ന് പറഞ്ഞു. മടുത്തി അമ്മച്ചി. ഈ അമ്മച്ചി ചന്ദ്രനൂർ പള്ളിയിൽ ഞാനുള്ള കാലഘട്ടങ്ങളിൽ ആദ്യ വെള്ളിയാഴ്ചത്തെ ഏകദിന കൺവെൻഷന് വരും. ഈ അമ്മച്ചിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ അമ്മച്ചി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കും. ഒരു ദിവസം കൊണ്ടുവന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് വെഞ്ചരിച്ച് തരണം, ഭർത്താവിനെ കുടിപ്പിക്കാനാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അറിഞ്ഞാൽ കുടിക്കില്ല, അറിയാതെ കൊടുക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ ഈ അമ്മച്ചി ഭർത്താവിൻ്റെ കുടി മാറുന്നോളം വരെ വെഞ്ചരിച്ച് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന തീരുമാനമെടുത്തു. എല്ലാ ആദ്യ വെള്ളിയാഴ്ചയിലും വന്ന് ആ ശുശ്രൂഷ വന്ന് പങ്കെടുക്കാൻ വന്നു. 13ാമത്തെ മാസം വൃദ്ധനായ വളഞ്ഞുകുത്തി വേച്ചു വെച്ച് നിൽക്കുന്ന ഭർത്താവിനെ കൊണ്ട് വന്നിരിക്കുക, സാക്ഷ്യം പറയാൻ. ഉച്ചയ്ക്ക് കഞ്ഞൂടി കഴിഞ്ഞ് സാക്ഷ്യം പറയുന്നത്, സാക്ഷ്യം പറയാൻ അവസരമുണ്ട്. അത് കഴിഞ്ഞ് ആരാധന. അപ്പോൾ വെഞ്ചരിച്ച് എണ്ണ കൊടുക്കും, വെഞ്ചരിച്ച് വെള്ളമൊക്കെ കൊടുക്കും ആ സമയത്ത്. അപ്പോൾ ഈ അമ്മച്ചി ഉച്ചയ്ക്ക് കഞ്ഞൂടി കഴിഞ്ഞപ്പോൾ സങ്കീർത്തി വന്നിരിക്കുകയാണ്. ഈ വേച്ചു വെച്ചിങ്ങനെ ഇരിക്കുന്ന അപ്പാപ്പനെ കൊണ്ട് വന്നു. അപ്പാപ്പൻ്റെ കുട്ടി മാറി വന്നു. ഹല്ലേലൂയ. 13ാമത്തെ മാസം വിശ്വാസം എന്ന പരിചയം എടുത്തു. വിശ്വാസം എന്ന പരിചയം എടുത്തു. ദൈവത്തിൻ്റെ ആയുധം എടുക്കാൻ പറഞ്ഞു. അത് എടുക്കേണ്ടത് എന്താ? വിശ്വാസം എന്ന പരിചയമാണ്. നമുക്ക് ആ പരിചയമില്ല. നമ്മൾ 1 മാസം നോക്കും, നമ്മളാണ് എന്ത് ചെയ്യും? 1 മാസം നോക്കും, 3 മാസം നോക്കും, 4 മാസം വെള്ളം കുടിപ്പിക്കും, 5 മാസം വെള്ളം കുടിപ്പിക്കും. അവസാനം നമ്മൾ വെള്ളം കുടിക്കും. എന്ത്? ഇത് നടക്കില്ല. അവസാനം നമ്മൾ വെള്ളം കുടിക്കും. പക്ഷെ ഈ അമ്മച്ചി 12 മാസം നിരന്തരം ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്തു. എന്നിട്ട് വെഞ്ചരിച്ച് വെള്ളം കൊണ്ടുപോകും ഭർത്താവിൻ്റെ കുടി മാറാൻ. 13ാമത്തെ മാസം ഈ വിശ്വാസം എന്ന പരിചയം എടുത്തതുകൊണ്ട് ആയുധം ഉപയോഗിച്ചുകൊണ്ട് വെഞ്ചരിച്ച വെള്ളം കൊടുക്കുന്ന ആയുധം എടുത്തപ്പോൾ, വിശ്വാസം എന്ന പരിചയം മുറുകെ പിടിച്ചപ്പോൾ, ദൈവം ഈ അമ്മച്ചിയുടെ മദ്യപാനത്തിന്റെ ആ ദുരാത്മാക്കൾ അമ്മച്ചിയുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റി. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞൊരു പേർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തിന് പറഞ്ഞേ ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാൻ ദൈവം നമുക്ക് കുരിശടയാളം വരച്ച്, പ്രിയേക ദൈവ നാമത്തിൽ നമ്മൾ ആശീർവദിച്ച് വെഞ്ചരിച്ച സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിയപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. വലിയൊരു പേർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തിന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ മാക്സിമൂസ് പറയുന്നുണ്ട്, ടൂറിലെ വിശുദ്ധ മാക്സിമൂസ്, എല്ലാ മുറിവുകൾക്കുമുള്ള ഔഷധം കുരിശടയാളത്താൽ നമുക്ക് കണ്ടെത്താൻ കഴിയും.
എല്ലാ മുറിവുകൾക്കുമുള്ള ഔഷധം കുരിശടയാളത്താൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അടുത്ത വചനം പറയാണ്, എന്നിട്ട് പറയാണ്, ധനമോഹത്തിന്റെ വിഷം നമ്മുടെ സിരകളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കതിനെ നിർവീര്യമാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ധനത്തോടുള്ള അമിതമായ ആസക്തി ഉണ്ടെങ്കിൽ കുരിശടയാളം വരച്ച് നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും. അടുത്തത് പറയാം, നമ്മുടെ ചിന്തകളുടെ മണ്ഡലങ്ങളിലേക്ക് അന്ധകാര ശക്തികൾ ആക്രമണം അഴിച്ചു വിടുമ്പോഴും കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക, ദൈവികതയാൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ ചിന്തയുടെ മണ്ഡലങ്ങളിൽ അന്ധകാര ശക്തികൾ കടന്നു വന്നിട്ടുണ്ട്, കുരിശടയാളം വരച്ച് അതിനെ അതിജീവിക്കാൻ പറ്റും. ഈ വിശുദ്ധൻ വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, അശുദ്ധ മോഹങ്ങളുടെ തേൾ കൊത്തിയാൽ അതിന്റെ വിഷം ബഹിഷ്കരിച്ച് സൗഖ്യമുള്ളവരാക്കാൻ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കാൻ പറയാണ്. അപ്പൊ തെറ്റായ ചിന്തകളും ജീവിതങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുമ്പോൾ അതിജീവിക്കാൻ കുരിശടയാളം വരച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, വലിയ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുക, എഫേസോസിന്റെ 6 മുതലുള്ള വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു, 6:10 മുതലുള്ള വചനങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. 17 പറയുകയാണ്, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യണം. ഇപ്പൊ ദൈവവചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവവചനം കർത്താവ് തന്നെ ഓർമ്മിപ്പിച്ചെന്നിരിക്കും. അപ്പൊ ഈ വചനം നമ്മൾ പറയുമ്പോൾ കർത്താവ് അതൊരു ആയുധം തന്നിരിക്കുന്ന ആ ആയുധം ഉപയോഗിക്കണം, വചനം പറയണം. അതുപോലെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കണം, മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംരക്ഷണം വരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 5-6 വർഷം മുമ്പ് നടന്ന ഒരു അപകടത്തിൽ ഞാൻ രക്ഷപ്പെടുത്ത ഒരു കാര്യം പറയാം. എൻ്റെ ഇടവയിൽപ്പെട്ട ഒരാളുടെ അമ്മ മരിച്ചു. അടക്കപ്പിടിയെന്ന് പറയും, ആലപ്പുഴയിലാണ്. അപ്പം എനിക്ക് പാലക്കാട് നിന്ന് പോകണം. അപ്പം ഞാൻ ഇവിടുന്ന് എൻ്റെ വണ്ടി അത്ര നല്ല വണ്ടി അല്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആലപ്പുഴ വരെ പോകണം, അതുകൊണ്ട് ഇത്രയും ദൂരം പോകുന്നതുകൊണ്ട് എൻ്റെ വണ്ടിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു വണ്ടി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ്റെ മാരുതി റിറ്റ്സ് എന്ന് പറയുന്ന കാറ് എനിക്ക് തന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ്, ഞാനും വേറെ 2 ചേട്ടന്മാരോട് കൂടി. ഇപ്പം രാവിലെ ഞാൻ 2:15 ഉറക്കം തെളിഞ്ഞു. ഉറക്കം തെളിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് ഒരു വചനം തന്നു, 1 യോഹന്നാൻ 4:4. അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ വരിക, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അപ്പോൾ ഈ ദൈവവചനം എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉറക്കം തെളിഞ്ഞപ്പോൾ 2:45 ഉറക്കം തെളിഞ്ഞു. 3 മണിയാകുമ്പോൾ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ പോയി. അങ്ങനെ പ്രാർത്ഥിച്ച് കുർബാന ചൊല്ലി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം 5:30 പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ 2:45 ഏറ്റപ്പോൾ മനസ്സിൽ വന്നു, നിന്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അപ്പൊ അങ്ങനെ ഈ വചനം കിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്നെന്തോ അപകടം ഉണ്ടാവുന്നത് മനസ്സിലായി. ഞാനിന്ന് പോവാണ്. അപ്പം പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് കർത്താവ് എനിക്ക് സംരക്ഷണം തരുമെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. ഞാനത് കഴിഞ്ഞ് 3 പള്ളിയിൽ പോയി. 5 മണി 5:30 4:30 വരെ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞ് 4:00 കുർബാന. അതെല്ലാം കഴിഞ്ഞ് 5:30 ആയപ്പോൾ വേറെ 2 ചേട്ടന്മാർ വന്നു. അങ്ങനെ ഞങ്ങൾ എൻ്റെ സുഹൃത്തിൻ്റെ മാരുതി റിറ്റ്സ് കാറിൽ ഞാനാണ് ഓടിക്കുന്നത്. ഞാൻ ഓടിച്ച് ഇവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് കൊന്തയൊക്കെ ചൊല്ലി, അത് കഴിഞ്ഞ് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. ഒരു 2-3-4 കൊന്ത ചൊല്ലി. ഇതെല്ലാം കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ എറണാകുളത്ത് കഴിഞ്ഞ് എടപ്പള്ളി കഴിഞ്ഞ് അങ്ങനെ പോയി. കൃപാസനമൊക്കെ ഇല്ലേ, കൃപാസനം ആലപ്പുഴയിലെ, അതിൻ്റെ കുറച്ചുകൂടി അപ്പുറത്ത് എത്തിക്കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പം മെയിൻ ട്രാക്കിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. 4 ലൈനാണ്. മെയിൻ ട്രാക്കിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഏതാണ്ട് ഒരു 60 കിലോമീറ്റർ സ്പീഡ്, വലിയ സ്പീഡൊന്നുമില്ല. ഞങ്ങളുടെ മുമ്പിൽ ഒരു 100 മീറ്റർ അപ്പുറത്തൊരു വണ്ടി പോകുന്നുണ്ട്, പുറകിലും 100 മീറ്റർ പുറകിലൊരു വണ്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരു 60 കിലോമീറ്റർ സ്പീഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ചേട്ടന്മാർ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ എതിർ സൈഡിൽ നിന്നും 4 ലൈനാണ്, ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകുന്നു, അവിടെ നിന്നോട്ട് വരുന്ന ഒരു കാറ്, ഈ ഏതാണ്ട് ഒരു 6 അടി വീതിയുണ്ട്. ഈ ട്രാക്കും ആ ട്രാക്കും തമ്മിലുള്ള മീഡിയൻ്റെ വീതി 6 അടിയോളം വെച്ചുകൊണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പം അവിടുന്ന് വരുന്ന, ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഒരു കാറ് ഈ മീഡിയയിലോട്ട് വന്ന് കയറി
അവിടെ നടുക്കൂടെ 6 ഇഞ്ചോ 8 ഇഞ്ചോ ഒക്കെ വണ്ണമുള്ള വലിയ പൈപ്പേൽ 2 സൈഡിലേക്കും ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് വലിയ ഹൈറ്റിൽ. അപ്പം അതാണ്ട് 1 മീറ്റർ ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത പോസ്റ്റേലേക്ക് അവിടുന്ന് കാർ വന്ന് ഇതെല്ലാം കയറി വന്നിങ്ങനെ ഇടിക്കുകയാണ്. അങ്ങനെ ആ ഇടിയിൽ ഞാൻ നോക്കുമ്പം അതിൻ്റെ ആഘാതത്തിൽ ഞാൻ വിചാരിച്ചു ഈ കോൺക്രീറ്റ് പോസ്റ്റിലേക്കും ഈ പോസ്റ്റിലേക്ക് വന്ന് ഇടിക്കുമ്പോൾ കാർ അവിടെ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ കാർ ഞാൻ നോക്കുമ്പോൾ നേരെ പൊങ്ങി, ആ ഇടിയുടെ ആഘാതത്തിൽ നേരെ പൊങ്ങി. ഞാൻ നോക്കുമ്പോൾ 4 ചക്രം പൊക്കത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ഇടിച്ച പൈപ്പ് നേരെ ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പൊക്കത്ത് കയറും വന്ന് ഇത് വീഴുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഗിയറൊന്നും മാറ്റാൻ നേരമില്ല. പെട്ടെന്ന് ആഞ്ഞു ചവിട്ടിയപ്പോൾ അങ്ങനെ വണ്ടി പാസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇത് നേരെ എൻ്റെ പുറകിൽ വന്ന ഇന്നോവക്കാരൻ്റെ ഗ്ലാസ്സിലേക്ക് വന്ന് വീണു. അപ്പം ഞാൻ അങ്ങനെ നോക്കി, ഈ വണ്ടി അവിടെ നിൽക്കുമെന്ന് വിചാരിച്ച് ഇത് നേരെ പൊങ്ങി 4 ചക്രം കൂടി വന്ന് ഇങ്ങോട്ട് വന്ന് ഇപ്പുറത്തെ ട്രാക്കിൽ വന്ന് എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ വണ്ടി അവിടെ എത്തുമ്പോൾ ആംഗിൾ കറക്റ്റ് എത്തുമ്പോൾ ഇത് നമ്മുടെ വണ്ടിയുടെ പൊക്കത്തിൽ വീഴുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എലിപ്പെട്ടി കിടക്കുന്ന പോലെ കിടക്കും. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നൊന്നുമല്ല, ഇതൊക്കെ സഡൻ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമാണ്. അപ്പം ഈ ഗിയർ മാറാനോ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. പുറകിൽ നിന്ന് വേറെ സൈഡ് ചേർന്ന് വരുന്നുണ്ടോ എന്നും അറിയത്തില്ല, സെക്കൻഡ് ട്രാക്കിൽ വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഫസ്റ്റ് ട്രാക്കിൽ നിന്ന് സെക്കൻഡ് ട്രാക്കിലേക്ക് 2 ചക്രം കയറ്റി അങ്ങനെ എന്നിട്ട് ആ ട്രാക്കിലൂടെ ആഞ്ഞു ചവിട്ടി ഈ വണ്ടി വീഴാൻ പോകുന്ന സ്ഥലം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് വന്നിട്ട് ഫസ്റ്റ് ട്രാക്കിൽ വന്ന് ഏതാണ്ട് ഒരു 20 മീറ്റർ വണ്ടി മുമ്പോട്ട് എത്തിയപ്പോൾ ഞാൻ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ നേരെ പുറകിൽ നമ്മൾ പാസ് ചെയ്ത വഴിയിൽ ഈ വണ്ടി വന്നിങ്ങനെ വീഴുകയാണ് വലിയ ഉച്ചത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഇന്നോവക്കാരൻ്റെ പൊക്കത്തിൽ ഗ്ലാസ്സിൽ അടിച്ച് തകർത്ത് ആ പൈപ്പ് വന്ന് വീണു. ഞാൻ ഇങ്ങനെയൊക്കെ പോയി കൊണ്ട് നമ്മൾ അവിടുത്തെ രക്ഷപ്പെടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം കണ്ട ആൾക്കാർ ആലപ്പുഴ ഞങ്ങൾ മരിച്ചടക്കിന് പള്ളി വീട്ടിൽ നിൽക്കുമ്പം ഈ ഇന്നോവയിൽ വന്ന് വീഴുന്നതും വേറൊരു മുമ്പിൽ പോയ കാറുകാർ രക്ഷപ്പെട്ടു പോയതും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു അത് ഓടിച്ചാണ് ഞാനത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാ, ഒരു വചനം കർത്താവ് തന്നു. 1 യോഹന്നാൻ 4:4 തന്നു. നിന്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അത് മാത്രമല്ല, വണ്ടിയെ കയറി കഴിയുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ട്. സ്റ്റിയറിങ്ങിൽ ഈശോയുടെ തിരക്കത്താൽ ഈ വാഹനത്തെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അത് എന്നും ചെയ്യുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. അപ്പം ഈ വാഹനത്തിന് സംരക്ഷണം കിട്ടും. അതുപോലെ വേറെ അപകടങ്ങളിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു പരിരക്ഷണം കർത്താവ് തരും. അത് നമുക്കറിയാം. അതുകൊണ്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കും. അപ്പൊ ഈ കുരിശടയാളം വെച്ച് തിരക്കത്താൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ദൈവം തന്ന ഒരു ആയുധമാണ്. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് ആയുധങ്ങൾ തരുമ്പോൾ നമ്മൾ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ വാഹനത്തെ കയറുമ്പം ഒരു അച്ഛനെ പിടിച്ചോണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പറയാം, ഈശോയുടെ തിരക്കത്താൽ ഈ വാഹനത്തെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീടിന്റെ വാതിലിൽ ഈശോയുടെ തിരക്കത്താൽ ഈ ഭവനത്തെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കള്ളന്മാരിൽ നിന്നും അഗ്നിയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കവർച്ചകളിൽ നിന്നും രക്ഷിക്കണമെന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, വലിയ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പുരുഷനാൽ നമ്മൾ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ തിരക്കത്താൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ സംരക്ഷണം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു സാധനം എവിടെയെങ്കിലും വെച്ചു, വില പിടിച്ചൊരു സാധനം വെച്ചു ഒരു പെട്ടിയിൽ, എന്നിട്ട് ഇങ്ങോട്ട് പോരുന്നത്. ഹല്ലേലൂയ. കുറച്ച് സ്വർണ്ണമാണെന്ന് വിചാരിക്കട്ടെ. ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത്, അത് എടുത്തു വെച്ചോ, വെച്ചില്ലയോ, പൂട്ടിയില്ലയോ, കള്ളം കയറി കൊണ്ടുപോകും. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈശോയുടെ തിരക്കത്താൽ ഞാൻ വെച്ച എൻ്റെ വസ്തുവിനും എൻ്റെ മുതലിനും സ്വർണത്തിനും അതുപോലെ എൻ്റെ പൈസയ്ക്കും എൻ്റെ വീടിനും മുദ്ര ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. സംരക്ഷണം നടന്നു എന്ന് പ്രാർത്ഥിച്ച് ഒരു കള്ളനും അതിൻ്റെ 7 അയലൊക്കത്ത് വരില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ ഈ 16-ാമത്തെ വചനം വായിച്ചേ, എഫേസ്യോസ് 6:16. സർവോപരി ദുഷ്ടന്റെ, ഒരുമിച്ച് വായിച്ചേ, ഒരുമിച്ച് വായിച്ചേ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാകുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുക. ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയാം, വിശ്വാസത്തിന്റെ പരിചയം. നമുക്ക് പരിചയമുണ്ട്, അതുപോലെ വിശ്വാസവും വേണം. നമുക്ക് ദൈവം തരുന്ന കുരിശടയാളത്തിന്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട്. ആ കുരിശടയാളം വരച്ചു പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് വാൻ തുവാൻ, അദ്ദേഹം 13 വർഷം വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അദ്ദേഹത്തെ പീഡിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ഈ കൽക്കരി പാടങ്ങളിലും അതുപോലെ തന്നെ മലയോരങ്ങളിലും പാടങ്ങളിലും എല്ലാം വളരെയധികം പീഡനങ്ങളുടെ നാളുകൾ നീണ്ട 13 വർഷക്കാലം പോകുമ്പോൾ അദ്ദേഹം ആ ജയിലറകളിലെല്ലാം കടന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട്. വിശ്വാസികൾക്ക് വേണ്ടി അദ്ദേഹം പറയുന്ന എഴുതിയ ഒരു ലെറ്ററിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, കുരിശിലേക്ക് നോക്കൂ, നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ പരിഹാരം കണ്ടെത്തുമെന്ന് അദ്ദേഹം പറയാം. കുരിശിലേക്ക് നോക്കണം. നീണ്ട 13 വർഷക്കാലം അദ്ദേഹം പീഡനങ്ങളുടെ നാളുകളിലൂടെ കടന്നു വന്നപ്പോൾ അദ്ദേഹം കുരിശിലേക്ക് നോക്കി. കുരിശിൽ മരിച്ച യേശുവിലേക്ക് നോക്കുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ ഈ സഹനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി വിശുദ്ധ കുരിശാണ്. ഇത് മെത്രാനാണ്, ആർച്ച് ബിഷപ്പാണ്. ആർച്ച് ബിഷപ്പിനെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവരുടെ അധികാരിയുടെ കൊട്ടാരത്തിൽ വിളിപ്പിച്ച് 1975 ഓഗസ്റ്റ് മാസം 15-ാം തീയതി മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച്, കത്തീഡ്രലിലെ വിശുദ്ധ കുർബാനയെല്ലാം ആഘോഷമായിട്ട് അർപ്പിച്ച് തിരിച്ച് അരമന വന്നു കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിലേക്ക് പ്രസിഡന്റ് വിളിപ്പിച്ചിട്ട് അവിടെ വെച്ച് വസ്ത്രങ്ങൾ ഊരിച്ചു, ഷർട്ടും പാൻസും ഇടിച്ചു, മാലയും കുരിശും മാറ്റിച്ചു, സൈനിക മോതിരങ്ങൾ മാറ്റി. അങ്ങനെ ഒരു ആർച്ച് ബിഷപ്പ് എന്ന് പറയാൻ പറ്റില്ല, മിസ്റ്റർ വാൻ തുവാനെ പറയാൻ പറ്റുള്ളൂ, അച്ഛന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോയ തല മൂടിക്കെട്ടി, കറുത്ത തുണി കൊണ്ട് മൂടിയെല്ലാം കെട്ടി അദ്ദേഹത്തെ 100-400 കിലോമീറ്റർ അകലം കപ്പലിലെല്ലാം കൊണ്ടുപോവാണ്, വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഇങ്ങനെയെല്ലാം കൊണ്ടുപോകുന്ന നാളുകളിൽ അദ്ദേഹം കുരിശിലേക്ക് നോക്കി. ഇനി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ വഴിയൊന്നുമില്ലെന്നറിയാം. അപ്പൊ ഹതഭാഗ്യരായ അനേകം വ്യക്തികൾ അവിടെയുണ്ട്. അവർ അന്യമതത്തിൽപ്പെട്ടവരുണ്ട്, കത്തോലിക്കരുണ്ട്, അല്ലാത്തവരുണ്ട്, വിവിധ മതത്തിൽപ്പെട്ടവരുണ്ട്. അവരെ കുരിശിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചു. കുരിശിലേക്ക് നോക്കി ക്രൂശനായി യേശുവിനെ ശക്തി സ്വീകരിക്കാനും അങ്ങനെ വിശ്വാസം നേടിയ അനേകർക്ക് മാമോദീസ നൽകി ഈ ജയിലറകളിൽ വെച്ച്, ഈ പീഡനത്തിന്റെ സ്ഥലത്ത് വെച്ച്. അതുപോലെ അനേകർക്ക് ശക്തി നൽകി, കുരിശിലുള്ള ശക്തി നൽകിക്കൊണ്ട് യേശുവിനെ നോക്കാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ളൊരു അഭിഷേകം അദ്ദേഹത്തിന് ജീവൻ നൽകുകയാണ്. അപ്പം അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം റോമിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഉള്ള കാലഘട്ടത്തിൽ 2000-ൽ കൂരിയയിലുള്ള റോമൻ കൂരിയയിലുള്ള മാർപ്പാപ്പയ്ക്കും അതുപോലെ കർദിനാൾമാർക്കും ആർച്ച് ബിഷപ്പ്മാർക്കും വാർഷിക ധ്യാനം നടത്തുമ്പോൾ, നോമ്പുകാല ധ്യാനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിൻഫു പർവ്വതത്തിൽ ബിങ് ക്യാങ് എന്ന് പറയുന്ന ജയിലിലെല്ലാം കഴിയുന്ന കാലഘട്ടത്തിൽ ഒരു മഴ ദിവസം മരം മുറിക്കാനായിട്ട് വിടുകയാണ്. മരം മുറിക്കാൻ വേണ്ടി ഈ ആർച്ച് ബിഷപ്പിനെയും അതുപോലെ തന്നെ ഒരു കാവൽക്കാരനെയും കൂടി പറഞ്ഞു വിടുകയാണ്. അവർ ഭയങ്കര ഫ്രണ്ട്സാണ്, കാവൽക്കാരനാണെങ്കിലും ഗവൺമെന്റിന്റെ ആളാണെങ്കിലും. അങ്ങനെ കാവൽക്കാരനുമായിട്ട് മരം മുറിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം കാവൽക്കാരനോട് ചോദിക്കുന്നുണ്ട്, കുരിശാകൃതിയിൽ ഒരു മരം മുറിച്ച് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ മത ചിഹ്നങ്ങൾ പോലും പാടില്ല. അങ്ങനെ ആരെങ്കിലും കൊണ്ടു നടന്നാലും അത് പ്രോത്സാഹിപ്പിച്ചാലും എല്ലാവരും പിടിച്ച് വധിച്ചു കളയുന്ന ഒരു കാലഘട്ടം. മതചിഹ്നങ്ങൾ പാടില്ല, ഇത് നിരോധിച്ചതാണെന്ന് അറിയാൻ മേലെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ സുഹൃത്തുക്കളല്ലേ, നമ്മൾ സുഹൃത്തുക്കളായതുകൊണ്ട് എനിക്ക് ഒരു കുരിശ് മരം വെട്ടി ഒരു ചെറിയ കുരിശുണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ചെറിയൊരു കുരിശ് മതി, ഇത് ഞാൻ സോപ്പിൻ്റെ അകത്ത് ഒളിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. സോപ്പിൻ്റെ ഉള്ളിൽ ഇത് തള്ളിക്കയറ്റി വെച്ച് ഞാൻ ഒളിപ്പിച്ചോളാം എന്ന് പറയുകയാണ്. അവസാനം വിവിധ സുഹൃത്തുക്കളായതുകൊണ്ട് ഈ
കാവൽക്കാരൻ വാൻതുവാൻ അവിടെ നിർത്തി. ഈ മരം വെട്ടി വേറൊരു സ്ഥലത്ത് പോയി അദ്ദേഹം മരം മുറിച്ച് അങ്ങനെ ഒരു ചെറിയ ഒരു കുരിശ് കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം അത് സോപ്പ് പെട്ടിയിൽ സോപ്പിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചു, തള്ളിക്കയറ്റി വെച്ചു. അപ്പോൾ ഈ കുരിശ് കാണില്ല. പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യം ഇതാണ്. അദ്ദേഹം ഒരു ചവണയൊക്കെ സംഘടിപ്പിച്ച് വൈദ്യുത വയറിൻ്റെ, നമുക്കറിയാം വയറ്, ഈ വയറിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം കളഞ്ഞ് അദ്ദേഹം ചെമ്പ് കമ്പി പുറത്തെടുത്ത് ചവണ കൊണ്ടത് മുറിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് അതുകൊണ്ട് ചെറിയ ഒരു ചെയിൻ ഉണ്ടാക്കുകയാണ്. ഒരു ചെയിൻ ഉണ്ടാക്കി. ഈ ചെയിനിൽ അദ്ദേഹം ഈ കുരിശ് കോർത്തു വെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ധരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ജയിലിൽ വെച്ച് അങ്ങനെ ഈ കുരിശ് ഉണ്ടാക്കിയതും ഒരു മാലയിൽ കുരിശുണ്ടാക്കി കഴുത്തലിട്ടത് ജയിലിലെ ദുരനുഭവങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ആ കാലഘട്ടം ഓർക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ കാലഘട്ടങ്ങളിൽ, പീഡനത്തിന്റെ കാലഘട്ടങ്ങളിൽ ക്രൂശിതനായ യേശുവിന്റെ സാന്നിധ്യം തന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി നിർത്തിയതിനെ ഓർമ്മിക്കാൻ വേണ്ടിയാണെന്ന് പറയുകയാണ്. ഹൃദയത്തെ പരിവർത്തനം ചെയ്യണമെങ്കിൽ സ്നേഹത്തിന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് താൻ ആയിരുന്ന പീഡനത്തിന്റെ നാളുകളിൽ യേശുവിന്റെ കുരിശിലേക്ക് നോക്കി യേശുവിന്റെ സ്നേഹം ഉൾക്കൊണ്ടപ്പോൾ പീഡനത്തിന്റെ കാലഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള സ്നേഹം, ദൈവസ്നേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ കുരിശ് പ്രദാനം ചെയ്തു എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് പീഡനങ്ങൾക്കോ അല്ലെങ്കിൽ ഭീഷണികൾക്കോ തൻ്റെ ജീവിതത്തെ തകർത്തു കളയാൻ പറ്റിയില്ല. കാരണം താൻ ധരിച്ച കുരിശും ആ ചെയിനും തൻ്റെ ജീവിതത്തെ താൻ ആരാണ് എന്നും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയേണ്ടവനാണ് എന്നും ആ യേശുവിന്റെ സ്നേഹമാണ് തന്നെ നയിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് കിട്ടി എന്ന് അദ്ദേഹം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ധരിക്കുന്ന കുരിശ്, നമ്മൾ കയ്യിൽ കൊണ്ടുനടക്കുന്ന കുരിശ്, നമ്മൾ മുദ്ര ചെയ്ത് കുരിശടയാളം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിലൂടെ ദൈവത്തിന്റെ സ്നേഹമാണ്, അതുപോലെ ദൈവത്തിന്റെ സംരക്ഷണമാണ്, പിശാചിനെ ചെറുത്തുവയ്ക്കാനുള്ള ശക്തിയാണ്, തിന്മയെ അതിജീവിക്കാനുള്ള ശക്തി, നന്മയിൽ നിലനിൽക്കാനുള്ള ശക്തി, കൃപയിൽ നിലനിൽക്കാനുള്ള ശക്തി ഇതിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധനം CCC 421 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ലോകം പാപത്തിന്റെ ദാസ്യത്തിൽ നിബന്ധിച്ചെങ്കിലും ദുഷ്ടന്റെ ശക്തിയെ തകർക്കാനായി ക്രൂശിക്കപ്പെടുകയും ഉയർത്തുകയും ചെയ്ത ക്രിസ്തു അതിനെ സ്വതന്ത്രമാക്കി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദുഷ്ടന്റെ ശക്തിയെ ക്രൂശിതനായ യേശുവിന്റെ സാന്നിധ്യം വഴി, മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്ത ക്രിസ്തുവിന്റെ ശക്തി വഴി, സാന്നിധ്യം വഴി തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിച്ചു എന്ന്, അങ്ങനെ നമ്മെ സ്വതന്ത്രരാക്കി എന്ന് കത്തോലിക്ക സഭയുടെ മതബോധഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വളരെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ ആരാധന ക്രമത്തിൽ സമാപന ആശീർവാദമുണ്ട്. പെട്ടെന്ന് ചിലപ്പം വീട്ടിൽ പോകാനുള്ള തിരക്ക് കൊണ്ടും ചായ ഉണ്ടാക്കേണ്ട തിരക്ക് കൊണ്ടും പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള തിരക്ക് കൊണ്ടും അതിൻ്റെ ആ പ്രാർത്ഥന എന്താണെന്ന് ചിലപ്പം അമ്മച്ചിമാർ ഓർക്കണമെന്നില്ല. അല്ല ഈ ചേട്ടന്മാർ ചെന്നിട്ട് ഇനി കൂടുതൽ പണികളും പോകാനുള്ളത് കൊണ്ട് ഇത് ചിലപ്പോൾ ഓർത്തൊന്നും വരില്ല. നമ്മുടെ കുർബാനയുടെ സമാപന ആശീർവാദം അതിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം അവസാനം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കുരിശിന്റെ അടയാളത്താൽ രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ, കർത്താവിന്റെ സജീവമായ കുരിശിന്റെ അടയാളത്താൽ നിങ്ങൾ മുദ്രിതരാകട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ചു വരുമ്പോൾ ബോധ്യമില്ലാത്ത വിശ്വാസി വീട്ടിൽ കിടന്നുറങ്ങും. വീട്ടിൽ കിടന്നുറങ്ങും. അവന് ഈ കുരിശടയാളത്തിലുള്ള മുദ്ര സ്വീകരിക്കാൻ പള്ളിയിലേക്ക് വരുന്നുണ്ടോ? അവൻ പള്ളിയിലേക്ക് വരുന്നില്ല. അവന് ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കുന്നത് മാത്രമല്ല, ദൈവാരാധന നടത്തുക മാത്രമല്ല ചെയ്യുന്നത്. പുരോഹിതൻ ദൈവജനത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുക,
കർത്താവിൻ്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. യേശുവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ പുരോഹിതൻ മുദ്ര ചെയ്യുകയാണ്. എന്നിട്ട് പറയാം, രഹസ്യവും പരസ്യവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരായി തീരട്ടെ. നിങ്ങളുടെ കുടുംബം സംരക്ഷിതമായി തീരട്ടെ എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കുന്നത്, ഈ ആശീർവാദം മേടിക്കുന്നത് നമ്മുടെ കുടുംബത്തിനും തലമുറകൾക്കും അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ ശക്തിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ കുരിശിൻ്റെ ശക്തിയാൽ നമ്മൾ മുദ്രിതമാവുകയാണ്. അപ്പം അതുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മെ രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും. കുരിശടയാളുടെ മുദ്ര നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുകയാണ്. ആ സമയത്തും കൈകെട്ടി നിൽക്കും. എന്നാൽ ഒന്ന് കുരിശ് വരയ്ക്കാൻ പോലും മാമോദീസാവനം തലയിൽ വീണ വെള്ളം വീണ വിശ്വാസിക്ക് ബോധ്യമില്ല. അപ്പം അതുകൊണ്ട് കൈകെട്ടി നിൽക്കും. നമ്മുടെ കുർബാനയിൽ 7-8 പ്രാവശ്യമുണ്ട് ആശീർവാദങ്ങളും സ്വയം കുരിശ് വരയ്ക്കുന്നതുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എത്ര പ്രാവശ്യം അച്ഛൻ ആശീർവദിക്കുന്നുണ്ട്, ബൈബിൾ വെച്ചും അല്ലാതെയും. നിങ്ങളൊന്ന് ഇനി ഒന്ന് ബൈബിൾ എടുത്ത് നോക്കിയാൽ, അല്ല കുർബാന പുസ്തകം എടുത്തിട്ടൊന്ന് നോക്കുന്നതല്ലതാ. അല്ലെങ്കിൽ ഇന്നത്തെ ഈ കുർബാനയെ സംബന്ധിക്കുമ്പോൾ സ്വയം എത്ര പ്രാവശ്യം അച്ഛൻ ആശീർവദിക്കുന്നുണ്ട്, ആ സമയത്ത് അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സമയത്ത് ഒന്ന് കുരിശ് വരച്ച് സമാധാനം നിങ്ങളോടുകൂടെ ഒന്ന് കുരിശ് വരച്ച് ഒരു ടെസ്റ്റിംഗ് ആണ്. ഹല്ലേലൂയ. ബൈബിൾ വെച്ച് ആശീർവദിക്കും. അപ്പോൾ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ കുരിശ് വരയ്ക്കണം. അപ്പോൾ ഒന്ന് കുരിശ് വരയ്ക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നോക്കേണ്ട കാര്യം ഇതാ. ഇന്ന് നിങ്ങളത് പരിശീലിക്കണം. ഇന്നത്തെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ കുരിശടയാളം നമ്മുടെ ശരീരത്തിൽ വരച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുദ്ര ചെയ്യുകയാണ്. അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ കുരിശ് വരയ്ക്കണം. ആശീർവദിക്കുമ്പോൾ കുരിശ് വരയ്ക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമസഭ ഈ കുരിശടയാളത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞവരാ. അതുകൊണ്ടാണ് കൊരിന്തോസുകാർക്ക് 1 ലേഖനം 1:18 നമുക്ക് ഒരുമിച്ച് വായിക്കാം. തുറന്ന് ബൈബിൾ തുറന്നേ. കൊരിന്തോസുകാർക്ക് 1 ലേഖനം 1:18. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയത്രേ. ഇപ്പൊ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം, കുരിശ് പോഷത്വമായി തീരുന്നത്. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 22-ാമത്തെ വചനം. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ കുരിശടയാളം ഒരു വ്യക്തിയുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതാണ്. കുരിശിന്റെ വചനം രക്ഷയുടെ വചനമാണ്. ക്രൂശിതൽ വിശ്വസിക്കുന്നത് രക്ഷയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് ആയിരുന്ന വിശുദ്ധ ക്രിസോസ്റ്റം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കുരിശടയാളം വരയ്ക്കാതെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭവനം വിട്ടിറങ്ങരുത്. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കുരിശടയാളം വരയ്ക്കാതെ പോകരുതെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, അത് നിങ്ങൾക്കൊരു വടിയും ആയുധവും ആർക്കും കീഴടക്കാനാവാത്ത കോട്ടയുമായിരിക്കും. ഈ വിധം ശക്തമായ ആയുധം ധരിക്കുന്നത് കാണുമ്പോൾ മനുഷ്യരോ പിശാചുക്കളോ നിങ്ങളെ ആക്രമിക്കാൻ ധൈര്യപ്പെടുകയില്ല. പൈശാചിക ശക്തികൾക്കെതിരെ പോരാടാനും നീതിയുടെ കിരീടത്തിനായി യുദ്ധം ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന ഒരു പോരാളിയാണ്. നിങ്ങളെ തന്നെ ഈ അടയാളം നിങ്ങളെ പഠിപ്പിക്കട്ടെ. കുരിശ് എന്നാണ് ചെയ്തതെന്ന കാര്യത്തിൽ നിങ്ങൾ അജ്ഞരാണ്.
കുരിശ് മരണത്തെ പൂർണ്ണമായും കീഴടക്കുകയും പാപത്തെ തകർക്കുകയും നരകത്തെ ശൂന്യമാക്കുകയും സാത്താനെ ബഹിഷ്കരിക്കുകയും പ്രപഞ്ചത്തെ വീണ്ടെടുക്കുകയും ചെയ്തു. അതിൻ്റെ ശക്തിയെ ഇനിയും നിങ്ങൾ സംശയിക്കേണ്ടതുണ്ടോ? അപ്പോൾ ക്രിസോസ്റ്റം പിതാവ്, ഈ പാത്രിയാർക്കീസായ പിതാവ്, കോൺസ്റ്റാന്റിനോപ്പിലെ പാത്രിയാർക്കീസ് പിതാവിനോട് പറയുകയാണ്, നമ്മൾ കുരിശ് വരയ്ക്കാതെ വീട് വിട്ടിറങ്ങരുത്. അങ്ങനെ കുരിശ് വരച്ച് നമ്മൾ പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഈ കുരിശ് ഒരു വടിയും ആയുധമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുരിശ് വരച്ചു പോകുന്ന മനുഷ്യരെ കാണുമ്പോൾ, അങ്ങനെ വരയ്ക്കുന്നവരെ മനുഷ്യരോ പിശാചുക്കളോ ആക്രമിക്കാൻ വരില്ലെന്നാണ് പറയുന്നത്. കുരിശ് മരണത്തെ പൂർണ്ണമായും കീഴടക്കും, പാപത്തെ തകർക്കും, നരകത്തെ ശൂന്യമാക്കി, സാത്താനെ ബഹിഷ്കരിച്ചു, പ്രപഞ്ചത്തെ വീണ്ടെടുത്തു. അപ്പൊ ഈ കുരിശിന്റെ ശക്തി നമ്മൾ സംശയിക്കരുത് എന്ന് ഈ വിശുദ്ധ പിതാവ് പറയുകയാണ്. അപ്പൊ നമ്മൾ അനുദിനം നമ്മൾ കുരിശ് വരയ്ക്കുന്നവരായിട്ടും അതുപോലെ കുരിശ് വരച്ച് നമ്മുടെ യാത്രകൾ നമ്മൾ ചെയ്യണം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് തെർത്തുല്യൻ സഭാപിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാ യാത്രകളിലും ഓരോ ചലനത്തിലും അകത്തേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ ഇരിക്കുമ്പോഴും ഏത് തരത്തിലുള്ള ജോലി ചെയ്യുമ്പോഴും ഞങ്ങൾ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അത് ഏത് തരത്തിലുള്ള ജോലി ചെയ്യുമ്പോഴും കുരിശടയാളം വരയ്ക്കുന്നു എന്ന് പറയുകയാണ്. ഈ തെർത്തുല്യം പിതാവ് പറയാണ്, അങ്ങനെ വരയ്ക്കുന്നു, അങ്ങനെ വരയ്ക്കണമെന്ന് പറയുകയാണ്. വീണ്ടും വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്, കുരിശടയാളം നിങ്ങൾ വിമോചനത്തിൻ്റെ അടയാളമാണ്. അത് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ മോചനദ്രവ്യവുമായി എന്താണ് നൽകിയതെന്ന് ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങൾ മറ്റാരുടെയും അടിമയാവില്ല. അതിനാൽ നിങ്ങളുടെ വിരലുകൾ കൊണ്ട് മാത്രമല്ല വിശ്വാസം കൊണ്ടും നിങ്ങൾ കുരിശ് വരയ്ക്കുക. നിങ്ങളുടെ നെറ്റിയിൽ ഈ അടയാളം പതിച്ചാൽ അശുദ്ധമായ അരൂപികൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമുണ്ടാവുകയില്ല. തന്നെ മുറിവേൽപ്പിച്ച ആയുധവും തനിക്ക് ശിക്ഷ വിധിച്ച വാളും പിശാച് ആ കുരിശിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ പിതാവ് നമ്മോട് പറയുകയാണ്, കുരിശടയാളം നമ്മെ വിമോചിക്കുന്നതാണ്, വിമോചനത്തിന്റെ അടയാളമാണ്. അപ്പൊ നമ്മൾ വിരലുകൊണ്ട് കുരിശ് വരയ്ക്കുമ്പോൾ വിശ്വാസം കൊണ്ടും കൂടിയാണ് നമ്മൾ കുരിശ് വരയ്ക്കേണ്ടതെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കണം. അങ്ങനെ നെറ്റിയിൽ വിശ്വസിച്ച് കുരിശ് വരയ്ക്കുമ്പോൾ അശുദ്ധാരൂപികൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ക്ലാര ഈ കുരിശടയാളത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ വിശ്വസിച്ചൊരു വ്യക്തിയാണ് വിശുദ്ധ ക്ലാര. അതുകൊണ്ടാണ് മഠത്തില് അനേകം കിടപ്പ് രോഗികൾ ഉള്ളൊരു കാലഘട്ടം. കിടപ്പ് രോഗികൾ, സിസ്റ്റേഴ്സ് കിടപ്പ് രോഗികളാണ്. അവരുടെ മുറിയിലേക്ക് കയറി ചെന്നു. അവരെ കാണാൻ വേണ്ടി അവരുടെ മുറിയിൽ കയറി ചെന്നപ്പോൾ കിടപ്പ് രോഗികളായിട്ട് 5 സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ ഈ 5 സിസ്റ്റേഴ്സിനെ നോക്കി അന്തരീക്ഷത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞ് ആശീർവദിച്ചപ്പോൾ കിടപ്പ് രോഗികളായി 5 പേരും ചാടി എഴുന്നേറ്റിരുന്നാണ് പറഞ്ഞത്. ചാടി എഴുന്നേറ്റിരുന്നു. അപ്പൊ ഈ കുരിശ് വരച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോഴുള്ള ആ ശക്തി അവരുടെ ജീവിതത്തിൽ ഈ കിടപ്പ് രോഗികൾ 5 കിടപ്പ് രോഗികൾ ചാടി എഴുന്നേറ്റ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വന്നു എന്ന് ക്ലാരയുടെ ജീവചരിത്രത്തിൽ പറയുന്ന കാര്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ വിശുദ്ധ കുരിശിന്റെ ശക്തിയെ കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുകയാണ്. വിശുദ്ധ കുരിശ് നമുക്ക് ശക്തി സ്രോതസ്സാണ്, നമ്മുടെ ജീവിതത്തിന് ശക്തി സ്രോതസ്സാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും പിശാചിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശക്തി ഇന്ന് വിശുദ്ധ കുരിശിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുരിശടയാളം വരയ്ക്കുന്നതിലൂടെയുണ്ട് തിന്മയെ അതിജീവിക്കാൻ, അതുപോലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, തകർച്ചയെ അതിജീവിക്കാൻ കുരിശിന്റെ ശക്തിയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കുരിശിനാൽ നമ്മെ തന്നെ മുദ്ര ചെയ്യുമ്പോൾ
നമ്മുടെ കുടുംബങ്ങളും വ്യക്തികളും സ്ഥലങ്ങളും ഭവനങ്ങളും വാഹനങ്ങളും വസ്തുക്കളും ഇതെല്ലാം അനുഗ്രഹീതമായി തീരുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റിരിക്കാം. എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളങ്ങ് ആരാധിച്ച് മാറ്റിപ്പെടുത്തുന്നു. വിശുദ്ധ കുരിശിനാൽ ഞങ്ങൾ മുദ്രകീര് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ തന്നെ മുദ്രകീര് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ തകർച്ചകളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും പൈശാചികമെല്ലാം ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വിടുതൽ ലഭിക്കാൻ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. നമുക്ക് കുരിശ് വരച്ച് നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷ അവസാനിക്കുകയാണ്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭക്തിപൂർവ്വം നമുക്ക് പാട്ടുപാടി വരുന്ന